ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. റീഗൽ ആക്മി കോളേജിന്റെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലോട്ട് ഏവർക്കും സ്വാഗതം. നമുക്കിന്നിവിടെ +2 NIOSലെ കെമിസ്ട്രി ചാപ്റ്റർ 5 ആണ് നമ്മൾ ഇന്ന് ഇവിടെ എടുക്കാൻ പോകുന്നത്. ചാപ്റ്ററിന്റെ പേര് ദ ഗേഷ്യസ് ആൻഡ് ലിക്വിഡ് സ്റ്റേറ്റ്. ഓക്കെ, എല്ലാവർക്കും ഇതിന് മുമ്പേ ഇട്ട ക്ലാസ്സുകൾ, അതായത് 4 ചാപ്റ്ററോളം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ആ ചാപ്റ്റേഴ്സ് എല്ലാം കണ്ടു കാണും, മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കെന്ന് 5ാമത്തെ ചാപ്റ്ററിലോട്ട് പോകാം. ഓക്കെ, നമുക്കിതിലെ പേരിൽ തന്നെയുണ്ട് ദ ഗേഷ്യസ് ആൻഡ് ലിക്വിഡ് സ്റ്റേറ്റ്. നമുക്കറിയാം, ഒരു മാറ്റർ എടുക്കുമ്പോഴത്തേക്ക് അതിൽ എത്ര തരത്തിലുള്ള സ്റ്റേറ്റ്സ് ആണ് നമ്മൾ പ്രധാനമായിട്ടും, നമ്മളിപ്പോ പണ്ട് കാലം നമ്മൾ ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ എന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തേക്ക് പിന്നും കുറച്ചേറെ കണ്ടൻസേഷൻ, ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ, ഇങ്ങനെ കുറെ വെറൈറ്റി, അതായത് 5ൽ പരം നമുക്ക് മാറ്റേഴ്സിനെ ഡിവിഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇതൊന്നും ആവശ്യമില്ല. നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഏതാണ്? സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാഷ്യസ്. ആ സ്റ്റേറ്റ്സ് ആണുള്ളത്. ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്യാഷ്യസിനെ കുറിച്ചാണ്, ഗ്യാസ് സ്റ്റേജിനെ കുറിച്ചാണ്. ഓക്കെ, ഇതിൽ നമ്മൾ ആദ്യം അറിയുന്നതിന് മുമ്പ് ഇതിന്റെ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റേഴ്സ്, അതായത് നമ്മൾ മാറ്റേഴ്സിന്റെ മെയിൻ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്? ഒരു മാറ്റർ ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഒന്ന് സോളിഡ് സ്റ്റേജിലായിരിക്കും, അല്ലെങ്കിൽ ലിക്വിഡിലായിരിക്കും, അല്ലെങ്കിൽ എന്താണ് ഗ്യാഷ്യസ് സ്റ്റേജിലായിരിക്കും. എല്ലാവർക്കും അറിയാം അല്ലേ? വെള്ളം, അതേപോലെ തന്നെ ഐസ് കെട്ട, പിന്നെ വെള്ളമായിട്ട് മാറുന്നു, പിന്നെ വേപ്പറായിട്ട് മാറുന്നു. 3, അതായത് വെള്ളം എന്ന് പറയുന്ന രൂപം എന്താണ്? 3 രൂപത്തിലോട്ട് മാറുകയാണ്. അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും അത് തന്നെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം അതിന്റെ എന്തൊക്കെയാണ് സോളിഡിൽ വരുന്ന മെയിൻ ആയിട്ടുള്ളത്, അല്ലെ അടുത്ത ലിക്വിഡ് എങ്ങനെയാണ്, അതിന്റെയൊക്കെ പ്രോപ്പർട്ടീസ് കുറച്ച് നോക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ വരുന്ന ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് ഇതായിരിക്കാം: പ്രോപ്പർട്ടീസ് ഓഫ് ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. ഫസ്റ്റ് നമ്മൾ ആദ്യം നോക്കുന്നത് അതിന്റെ ഷേപ്പ്, സോളിഡിന്റെ ഷേപ്പ്, ലിക്വിഡിന്റെ ഷേപ്പ്, അതേപോലെ തന്നെ ഗ്യാഷ്യസിന്റെ ഷേപ്പ് എന്താണ്. ഫസ്റ്റ് നമ്മൾ എല്ലാം കൺക്ലൂഡ് ചെയ്യുന്നത് എന്താണ്? ഷേപ്പ് നോക്കും, നമ്മൾ വോളിയം നോക്കും, പിന്നെ എന്താണ് ഡെൻസിറ്റി നോക്കും, പിന്നെ അതേപോലെ നമുക്ക് നോക്കുന്നത് കംപ്രസിബിലിറ്റി, അല്ലെ? അപ്പൊ ഈ 4 കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മുടെ മാറ്ററിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഏതൊക്കെയാണ് സോളിഡിലാണോ മാറ്റർ ഉള്ളത്, ലിക്വിഡിലാണോ മാറ്റർ ഉള്ളത്, അല്ലെങ്കിൽ ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണോ മാറ്റർ ഉള്ളത് നോക്കുന്നത്. അപ്പൊ ഏതൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ നോക്കുന്നത്? ഷേപ്പ്, വോളിയം, ഡെൻസിറ്റി ആൻഡ് കംപ്രസിബിലിറ്റി. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് എന്താണ്? ഷേപ്പ്. നിങ്ങൾക്കറിയാം, സോളിഡിന് നമുക്ക് എന്താണ് ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടായിരിക്കും, അല്ലെ? എന്തായിരിക്കും? നമ്മൾ ഒരു കല്ല് എടുക്കുകയാണെങ്കിൽ അതിനെന്താണ് ഒരു ഷേപ്പ് ഉണ്ടായിരിക്കും, ആ കല്ലിൻ്റെതായ ഒരു ഷേപ്പ്, അല്ലെ? ഐസ് ക്യൂബ്സ് ആണ്, നിങ്ങൾ ആ ഒരു സോളിഡ് സ്റ്റേറ്റിൽ ഐസ് കട്ടയാണെങ്കിൽ നമ്മൾ വയ്ക്കുന്ന പാത്രത്തിന് ആ ഒരു ഷേപ്പ്, അതായത് ഒരു ഡെഫിനിറ്റ് ഷേപ്പ് നമ്മൾ കൊടുക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒന്ന് ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ സോളിഡിന് എന്താണ് ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടായിരിക്കും. പിന്നെ എന്താണ് ഡെഫിനിറ്റ് വോളിയം ഉണ്ടായിരിക്കും, അത് ഉൾക്കൊള്ളുന്നു. അതായത് അതിന് ആ ഒരു ഐസ് ക്യൂബ് അല്ലെങ്കിൽ ആ ഒരു കല്ലെന്ന് പറയുന്നതിന് ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു വോളിയം, അതിൻ്റെതായ ഒരു വോളിയം, അത് കൂടുകയോ കുറയുകയില്ല, അതിൻ്റെതായ ഒരു വോളിയം അതിന് ഉണ്ടായിരിക്കും. അടുത്തെന്താണ്? ഹൈ ഡെൻസിറ്റി ആയിരിക്കും, അല്ലെ? അതിനെന്താണ് ഹൈ? അപ്പോൾ കാണാതെ പഠിക്കുക എന്താണ് ഡെഫിനിറ്റ് ഷേപ്പ്, ഡെഫിനിറ്റ് വോളിയം, ഹൈ ഡെൻസിറ്റി ആൻഡ് ഇൻകംപ്രസിബിലിറ്റി. അത് കുറവാണ്. കംപ്രസിബിലിറ്റി എന്താണ്? അതിന് കുറവാണ്. അപ്പോൾ അതിന്റെ നമ്മുടെ പഠിച്ചല്ല ഏതാണ്? സോളിഡിന്റെ എന്താണ്? കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്, എന്നാലും ഫണ്ടമെന്റൽ ആയിട്ട് ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ. അപ്പോൾ എന്താണ്? ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടായിരിക്കും, ഡെഫിനിറ്റ് വോളിയം ഉണ്ടായിരിക്കും, പിന്നെ എന്താണ് ഹൈ ഡെൻസിറ്റി ആയിരിക്കും, ഇൻകംപ്രസിബിലിറ്റി ആയിരിക്കും അതിന്റെ പ്രത്യേകത. അപ്പൊ നമ്മൾ സോളിഡ് പഠിച്ചു. നെക്സ്റ്റ് ഏതാണ്? ലിക്വിഡ്. ലിക്വിഡ് എന്ന് പറയുമ്പോൾ അറിയാം ഡെഫിനിറ്റ്, ഇൻഡെഫിനിറ്റ് ആണ്. അതായത് ആ ഒരു വെസൽ, ഇപ്പൊ വെള്ളം എന്ന് പറയുന്ന ഒരു ലിക്വിഡ് സ്റ്റേറ്റ്, നമ്മൾ ഏത് വെസലാണോ എടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ആ ഒരു അതിൽ കാണുന്ന, അല്ലെ, ഷേപ്പ് ആയിരിക്കും. ഒരു പാത്രത്തിലാണ് നമ്മളിപ്പോ വെള്ളം എടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഷേപ്പ് ആയിരിക്കും ആ പാത്രത്തിന്, അല്ലെങ്കിൽ ഒരു ടംബ്ലർ ആണ് എടുക്കുന്നെങ്കിൽ അത്, നമ്മൾ ഏത് സാധനമാണ് എടുക്കുന്നത് അതിനായിരിക്കും അതിന്റെ ഷേപ്പ് നിർണ്ണയിക്കും. അപ്പോൾ അത് ഇൻഡെഫിനിറ്റ് ആണ്. നമുക്ക് എങ്ങനെ ആയിട്ടത് വേണമെങ്കിലും കുപ്പിയിൽ, അത് ഒരു ഗ്ലാസ്സിലിരിക്കുന്ന വെള്ളത്തിൽ ഒരു പരന്ന പാത്രത്തിൽ വീഴ്ത്താം. അപ്പോൾ എന്താണ്? ആ പരന്ന പാത്രത്തിന്റെ ഷേപ്പ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ അതെന്താണ്? ഇൻഡെഫിനിറ്റ് ഷേപ്പ് ആയിരിക്കും. പിന്നെ എന്താണ്? ഡെഫിനിറ്റ് വോളിയം ആയിരിക്കും. നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു, അപ്പൊ ഞാൻ പറഞ്ഞു ആ ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ വേറൊരു കുപ്പിയിലോട്ട് വീഴ്ത്തുമ്പോൾ അതേ വോളിയം, സെയിം വോളിയം ആണ്. ആ ഒരു ഗ്ലാസ് വെള്ളം തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തത്? കുപ്പിയിലോട്ട് വീഴ്ത്തിയത്. അപ്പൊ എന്താണ്? സെയിം വോളിയം തന്നെ ആയിരിക്കും. അപ്പോൾ എന്തൊക്കെ നമ്മൾ പഠിച്ചു? ഇൻഡെഫിനിറ്റ് ഷേപ്പ് ആയിരിക്കും, പിന്നെ നമുക്ക് സെയിം വോളിയം, അതായത് ഡെഫിനിറ്റ് വോളിയം ഉണ്ടായിരിക്കും. പിന്നെ സോളിഡിനെ അപേക്ഷിച്ച് എന്താണ്? ലെസ് ആയിരിക്കും അതിന്റെ ഡെൻസിറ്റി. സോളിഡിനെ കാട്ടും ലെസ് ആയിരിക്കും ഡെൻസിറ്റി, ഗ്യാഷ്യസിനെ കാട്ടും ഹയറും ആയിരിക്കും. എന്താ? സോളിഡിനെ കാട്ടും ലെസ്സും ഗ്യാഷ്യസിനെ ഹയറും ആയിരിക്കും നമ്മുടെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ ലാർജ്ലി ഇൻകംപ്രസിബിൾ ആണ്. ഓക്കെ, ലാർജ്ലി ഇൻകംപ്രസിബിൾ. ഓക്കെ, അപ്പൊ എന്താണ്? നമ്മൾ ലിക്വിഡ് പഠിച്ചു.
അടുത്ത നമ്മൾ പഠിക്കുക എന്താണ് ഗ്യാഷ്യസ് സ്റ്റേജ്. ഗ്യാഷ്യസ് സ്റ്റേജ് എന്ന് വെച്ചാൽ മൂന്നാമത്തെ മാറ്ററിന്റെ സ്റ്റേജ് ആണ് എന്താണ് ഗ്യാഷ്യസ് സ്റ്റേജ്. നമുക്ക് അതെന്തായിരിക്കും ഷേപ്പ് നമുക്കറിയാം. ഒരു ഗ്യാസ് എടുത്താൽ നമുക്കിപ്പോ ഏറ്റവും കൂടുതൽ നമ്മളിപ്പോ പ്രകൃതിയിൽ അല്ലെങ്കിൽ നമ്മളിപ്പം കാണുന്നതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇപ്പൊ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ചുറ്റും ഇഷ്ടം പോലെ ഗ്യാസസ് ആണ്, എയർസ് ഉണ്ട് അല്ലെ. അപ്പൊ അതിനൊരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഷേപ്പ് ഉണ്ടോ? ഇല്ല. നമുക്ക് കാണാനോ കേൾക്കാനോ ഒന്നും പറ്റുന്നില്ല, ഡെഫിനറ്റ് ആയിട്ട് ഒരു ഷേപ്പ് ഇല്ല. അപ്പോഴെന്താണ് ഗ്യാഷ്യസ് സ്റ്റേറ്റ്? എന്താണ് ഗ്യാസ് എന്ന് പറയുന്നത്? ഇൻഡെഫിനിറ്റ് ഷേപ്പ് ആണ്. പിന്നെ എന്താ ഇൻഡെഫിനിറ്റ് വോളിയം ആണ്. നമുക്ക് ഇപ്പോ ഇത്രയിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞ് നമുക്ക് അതിന്റെ വോളിയം അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റും ഇല്ല, ഡെഫിനറ്റ് ആണ്. നമുക്കിപ്പോ ഒരു ഗ്യാസ് സിലിണ്ടറിൽ ഒരു ഇത്രയും വെച്ചു നമ്മൾ, അതിന്റെ വോളിയം എന്താണ്? നമുക്ക് കുറച്ച് പോയാൽ അല്ലെങ്കിൽ കുറച്ച് ഇല്ലെങ്കിലോ നമുക്ക് അതിന് ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു വോളിയം അതിന് കണ്ടെത്താൻ പറ്റില്ല. അപ്പോൾ ഷേപ്പ് ഇൻഡെഫിനിറ്റ് ആണ്, അതേപോലെ വോളിയം ഇൻഡെഫിനിറ്റ് ആണ്. പിന്നെ എന്താ ഡെൻസിറ്റി വളരെ കുറവാണ്. ഓക്കെ, ഡെൻസിറ്റി എൻ്റെ മാസ് ബൈ വോളിയം ആണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അത് വളരെയധികം എന്താണ് കുറവാണ് നമ്മളെ ഗ്യാഷ്യസ് സ്റ്റേജിലുള്ളത്. പിന്നെ ഉള്ളത് ഹൈലി ഇൻകംപ്രസിബിൾ ആണ്, ഹൈലി കംപ്രസിബിൾ ആണ്. ഓക്കെ, ഇൻകംപ്രസിബിൾ അല്ല, കംപ്രസിബിൾ. ഹൈലി കംപ്രസിബിൾ ആണ് നമ്മളെ ഗ്യാസ് സ്റ്റേജ്. അപ്പൊ എന്താണ് അതിലെ ഷേപ്പ് എന്തായിരിക്കും? ഇൻഡെഫിനിറ്റ് ഷേപ്പ് ആയിരിക്കും, ഇൻഡെഫിനിറ്റ് വോളിയം ആയിരിക്കും, ലെസ് ഡെൻസിറ്റി ആയിരിക്കും, പിന്നാണ് എന്താണ് ലാസ്റ്റ് ഹൈലി ഇൻകംപ്രസിബിൾ ആയിരിക്കും. ഇത്രയും നോർമൽ ആയിട്ട് നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ചോദിക്കുമ്പോഴത്തേക്ക് 3 എണ്ണം നിങ്ങൾക്ക് അറിയാവുന്നത് ഇത് ഷേപ്പ് അനുസരിച്ച്, വോളിയം അനുസരിച്ച്, ഡെൻസിറ്റി അനുസരിച്ച്, കംപ്രസിബിലിറ്റി അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? 3 എണ്ണം എഴുതുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായില്ല ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത് നമ്മൾ പഠിക്കുന്നത് ഈ ഗ്യാഷ്യസിൽ തന്നെ നമുക്കറിയാം, നമ്മളിപ്പോ ഗ്യാസ് സ്റ്റേറ്റ് എടുത്തതിൽ തന്നെ മോളിക്യൂൾസ് എങ്ങനെയാണ്? നമ്മുടെ സോളിഡിൽ മോളിക്യൂൾസ് നല്ല ടൈറ്റ്ലി പാക്ഡ് ആയിരിക്കും, നല്ല സോളിഡ് ടൈറ്റ്ലി പാക്ഡ് ആയിരിക്കും. ഇത്തിരി കൂടെ ലിക്വിഡിൽ അല്പം കൂടെ മൂവ്മെന്റ് ഓക്കെയാണ്, പക്ഷെ ഗ്യാസിൽ നല്ല ഫ്രീലി മൂവ്മെന്റ് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ നമുക്കറിയാം ഒരു സോളിഡ് ലിക്വിഡ് ഗ്യാസ് എടുത്ത് ഏറ്റവും ഫ്രീലി മൂവ്മെന്റ് എവിടെയാണുള്ളത്? നമ്മളെ ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ് എന്നറിയാം. അടുത്ത നെക്സ്റ്റ് നമുക്ക് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഇന്റർ മോളിക്യുലാർ ഫോഴ്സസ്. എന്താണ് ഇന്റർ മോളിക്യുലാർ ഫോഴ്സസ്? എന്താണ് ഇന്റർ മോളിക്യുലാർ ഫോഴ്സസ്? നമ്മൾ കഴിഞ്ഞ 3 ചാപ്റ്ററിന് തൊട്ട് മുമ്പേ നമ്മൾ പഠിച്ചു. ഇൻട്രാ മോളിക്യുലാർ ഫോഴ്സസ് പഠിച്ചു, ഇന്റർ മോളിക്യുലാർ ഫോഴ്സസും പഠിച്ചു. ഇതിൽ നമ്മൾ ഇപ്പം ഇൻട്രാ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഏതൊക്കെ ഫോഴ്സ് വെച്ച് കോവാലന്റ് അതിന് നമ്മൾ പഠിച്ചില്ലേ ഓരോ ഫോഴ്സുകളും. അതായത് ഒരു മോളിക്യൂൾസിലെ ഒരു ഇലക്ട്രോൺസ് എന്നത് നഷ്ടപ്പെടുത്തിക്കൊണ്ടോ ഗെയിൻ ലോസ് ചെയ്തുകൊണ്ട് ഇലക്ട്രോൺസുകൾ അതിന് വരുതിയിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അല്ലെ. പക്ഷെ ഇത് നമ്മൾ പഠിക്കുന്ന ഇന്റർ മോളിക്യുലാർ ഫോഴ്സ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് നമുക്ക് മനസ്സിലാക്കാം ഇന്റർ മോളിക്യുലാർ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ഇന്ററാക്ഷൻ ഓഫ് ഫോഴ്സസ് ആണ്. ഇത് നമുക്ക് എന്താണ് ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആണ് എന്തോന്ന് ഇന്റർ മോളിക്യുലാർ ഫോഴ്സ്. എന്താണ് ഒരു വീക്ക് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആണ് എന്ന് പറഞ്ഞാൽ ഇന്റർ മോളിക്യുലാർ ഫോഴ്സസ് എന്ന് പറയുന്നത്. ഇന്റർ മോളിക്യുലാർ ഇന്ററാക്ഷൻസ് ആർ ദ ഇന്ററാക്ഷൻസ് ഓർ ഫോഴ്സസ് ദാറ്റ് ഓപ്പറേറ്റ് ബിറ്റ്വീൻ ദ കോൺസിസ്റ്റന്റ് പാർട്ടിക്കിൾ ഓഫ് ദ സബ്സ്റ്റൻസ്. Their forces are very weak and compared to intramolecular forces. ഞാൻ പറഞ്ഞ കമ്പയർ ചെയ്യുമ്പോൾ ഇൻട്രാ മോളിക്യുലർ ഫോഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇന്റർ മോളിക്യുലർ ഫോഴ്സ് എന്ന് പറയുന്നത് വളരെ എന്താണ് വീക്കസ്റ്റ് ഫോഴ്സ് ആണെന്ന് പറയുന്നത് ഇന്റർ മോളിക്യുലർ ഫോഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഇതിനെ മെയിൻ ആയിട്ട് ഇതിൽ കുറെ ടൈപ്സ് ഓഫ് ഇന്റർ മോളിക്യുലർ ഫോഴ്സസ് ഉണ്ട്. നമുക്ക് ആദ്യം പഠിക്കാനുള്ളതാണെങ്കിൽ ലണ്ടൻ ഫോഴ്സ് അല്ലെങ്കിൽ ഡിസ്പേർഷ്യൽ ഫോഴ്സ്, അത് നമുക്ക് പഠിക്കാറുണ്ട്. പിന്നെ ഉള്ളത് ഡൈപോൾ ഫോഴ്സ്, ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഫോഴ്സ്, ഇങ്ങനെ 3 ഫോഴ്സ് മെയിൻ ആയിട്ട് പഠിക്കാറുണ്ട്. പിന്നെ ഹൈഡ്രജൻ ബോണ്ടിങ് കൂടെ പഠിക്കാറുണ്ടല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ അത് പഠിക്കുന്ന മുമ്പേ നമ്മൾ അറിയാം ടൈപ്സ് ഓഫ്. അടുത്ത ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് ഇന്റർ മോളിക്യുലാർ ഫോഴ്സസ്. ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് ഇന്റർ മോളിക്യുലാർ ഫോഴ്സസ്? ഏതൊക്കെയാണ്? ലണ്ടൻ ഫോഴ്സസ്, അല്ലെങ്കിൽ എന്താ പറയാ ലണ്ടൻ ഫോഴ്സിന്റെ വേറൊരു പേര് ഡിസ്പേർഷ്യൽ ഫോഴ്സസ്. എന്താ പറയുക ഡിസ്പേർഷ്യൽ ഫോഴ്സസ് അല്ലെങ്കിൽ ലണ്ടൻ ഫോഴ്സസ്. അടുത്ത് ഡൈപോൾ ഫോഴ്സസ്. അടുത്ത് ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഫോഴ്സ്. എന്താണ് ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഫോഴ്സ്. പിന്നെ നമുക്ക് പഠിക്കുന്ന ഹൈഡ്രജൻ ബോണ്ടിങ് കൂടെ നമ്മൾ അതിനകത്ത് പഠിക്കും. അപ്പൊ ടൈപ്സ് ഓഫ് മനസ്സിലായോ? ടൈപ്സ് ഓഫ് ഇന്റർ മോളിക്യുലർ ഫോഴ്സസ് ഏതൊക്കെയാണെന്ന്. ഓക്കെ, നമ്മൾ പഠിച്ചു ഏറ്റവും കുറഞ്ഞ വീക്കസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആണ് എന്തോന്ന് ഇന്റർ മോളിക്യുലർ ഫോഴ്സ്. അപ്പോ നമ്മൾ അതിനെ പറയുന്ന പേര് വാൻഡർ വാൾസ് ഫോഴ്സസ്. ഒന്ന് മെയിൻ ആയിട്ട് നമ്മൾ ഈ 2 മോളിക്യൂൾസ് അല്ലെങ്കിൽ 2 ആറ്റങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ നമുക്ക് എന്താണ് അതിൽ നിന്ന് ലഭിക്കുന്ന ഫോഴ്സ് ആണല്ലോ ഇന്റർ മോളിക്യുലർ ഫോഴ്സ് അല്ലെ. അപ്പോ അതിനെ മെയിൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നേടിയെടുക്കുന്ന ഫോഴ്സുകളാണ് അല്ലെ. ഒന്നേ എന്ത് ചെയ്യുന്നു
നമ്മൾ ഫോഴ്സ് എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ, ഒന്നേ നമുക്ക് ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യാം, ഫോഴ്സ് എടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കത് നേടിയെടുത്തുകൊണ്ട് നമുക്ക് എന്താ ഫോഴ്സ് നമുക്ക് അച്ചീവ് ചെയ്യാം. അപ്പൊ ഇത് നേടിയെടുത്തുകൊണ്ട് ഫോഴ്സുകൾ അച്ചീവ് ചെയ്യുന്നതാണ് എന്തോന്ന് പറയാം, ഇന്റർ മോളിക്കുലാർ ഫോഴ്സസ്, അല്ലെങ്കിൽ ഇതിനെ പറയുന്നത് വാൻഡർ വാൾസ് ഫോഴ്സസ് എന്ന് പറയുന്നത്. എന്താണ് വാൻഡർ വാൾ ഫോഴ്സസ്? ഓക്കെ, അപ്പോൾ അതില് നമ്മൾ ഈ മൂന്നെണ്ണം, നമ്മൾ നാലെണ്ണം പഠിച്ചു ഫോഴ്സ്, അതിൽ ഈ മൂന്നെണ്ണമാണ് മെയിൻ ആയിട്ട് വരുന്നത്. അതിൽ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫോഴ്സസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്മളിപ്പോ ടൈപ്പ് ഓഫ് ബോണ്ടിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ലണ്ടൻ ഫോഴ്സ് അല്ലെങ്കിൽ ഡിസ്പേഴ്സൽ ഫോഴ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കിക്കോളൂ, അതിന് നമ്മൾ ഡിസ്പോസൽ ഫോഴ്സിൽ ഫ്രിറ്റ്സ് ലണ്ടൻ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് എന്തെന്നത്, ഫ്രിറ്റ്സ് ലണ്ടൻ. ലണ്ടൻ എന്ന് പറയുമ്പോൾ ഒരു നഗരമായിട്ട് നിങ്ങൾ കണക്കാക്കരുത്, അതൊരു ശാസ്ത്രജ്ഞന്റെ പേരാണ്. എന്താണ് ഫ്രിറ്റ്സ് ലണ്ടൻ എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹമാണ് എന്ത് ചെയ്തത്, നമുക്ക് ലണ്ടൻ, അദ്ദേഹത്തിന്റെ പേരിലാണ് എന്തോന്നാണ് ലണ്ടൻ ഫോഴ്സ് അറിയപ്പെടുന്നത്. എന്താണ് അപ്പോൾ ലണ്ടൻ ഫോഴ്സ് ആരാണ് ഇൻവെന്റ് ചെയ്തത്, കണ്ടുപിടിച്ചത് ആരാണ്? ഫ്രിറ്റ്സ് ലണ്ടൻ എന്ന് പറയുന്ന ആ ഒരു ജർമ്മനിയിലുള്ള ഒരു ഫിസിഷ്യസ്റ്റ് ആണ് ആര് കണ്ടുപിടിച്ചത്, നമ്മുടെ ഈ ലണ്ടൻ ഫോഴ്സ് കണ്ടുപിടിച്ചത്. എന്താണ് ലണ്ടൻ ഫോഴ്സ് അല്ലെങ്കിൽ ഡിസ്പേഴ്സൽ ഫോഴ്സ്? നോക്കിക്കോളൂ, മെയിൻ ആയിട്ട് ഈ ഫോഴ്സ് നമ്മൾ പറഞ്ഞു, ഒരു ആദ്യമായിട്ട് നമുക്ക് ഒരു സെന്റൻസ് ദിസ് ഈസ് എ വീക്കസ്റ്റ് ഇന്ററാക്ഷൻ ഫോഴ്സ് അല്ലെ, വീക്കസ്റ്റ് ഇന്റർ മോളിക്കുലർ ഫോഴ്സ് ഈസ് കാൾഡ് എന്താണ്, നമുക്ക് ആദ്യം ഒരു സെന്റൻസ് എഴുതാം. നമുക്കറിയാം ഇന്റർ മോളിക്കുലർ ഫോഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാം വീക്ക് ആണ്. അപ്പോൾ വീക്കസ്റ്റ് ഇന്റർ മോളിക്കുലർ ഫോഴ്സ് ആണ് എന്തോന്ന് ലണ്ടൻ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് രണ്ട് മോളിക്യൂൾസ് നോൺ പോളാർ, കഴിഞ്ഞ മുമ്പത്തെ ക്ലാസ്സിലൊക്കെ നമ്മൾ പോളാർ നോൺ പോളാർ ഒക്കെ പഠിച്ചു. അപ്പോൾ രണ്ട് നോൺ പോളാർ ആറ്റങ്ങൾ അല്ലെങ്കിൽ മോളിക്യൂൾസ് തമ്മിലുള്ള ആ ഒരു ഇന്ററാക്ഷൻ, അതുവഴി ഉണ്ടാവുന്ന ഫോഴ്സിനെയാണ് എന്ത് പറയുന്നത്, ലണ്ടൻ ഫോഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായിക്കാണോ? ഇല്ല. അപ്പൊ നോക്കിക്കോളൂ, നമ്മൾ ആദ്യം ഒരു സിംഗിൾ ഒരു ആറ്റം എടുത്തു. നമ്മൾ ആ ആറ്റത്തില് നമുക്കറിയാം ന്യൂക്ലിയസിൽ നമുക്ക് എന്തുണ്ട്, ചാർജ് ഉണ്ട്. അപ്പോഴ് ആ ചാർജ് മിക്ക ദിവസം നമുക്ക് ഒരു ന്യൂക്ലിയസ് ഒരു ആറ്റത്തിന്റെ സെന്റർ പാർട്ടാണല്ലോ ന്യൂക്ലിയസ്, അതിന് ചുറ്റുമാണ് എന്താണ് ഇലക്ട്രോൺസ് വലം വയ്ക്കുന്നത് അല്ലെ. ചില സാഹചര്യങ്ങളിൽ, എപ്പോഴും അല്ല ഞാൻ പറയുന്ന, ചില സാഹചര്യങ്ങളിൽ ഈ എന്തെങ്കിലും പ്രഷർ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് ഈ മോളിക്യൂൾസ്, അതായത് ഈ ന്യൂക്ലിയസ് എന്ത് ചെയ്യും, ന്യൂക്ലിയസിന്റെ ഒരു ഭാഗത്തോട്ട് മാറും. മനസ്സിലായി? അതായത് ചില സാഹചര്യങ്ങളിൽ നമ്മുടെ ന്യൂക്ലിയസിൽ എന്ത് ചെയ്യുന്ന സ്ഥാനമാറ്റം കുറച്ച് സംഭവിക്കാറുണ്ട്. അത് ഒരു വശത്തേട്ട് മാറുമ്പോൾ ആ ചാർജ്, അതായത് പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും, ആ ന്യൂക്ലിയസിലുള്ള ചാർജ് അങ്ങോട്ടത്തേക്ക് മാറിപ്പോകും. അപ്പോൾ നമുക്ക് അടുത്തൊരു മോളിക്യൂൾസ് വരുമ്പോൾ എന്താണ്, അവിടെ ഒരു പോളാറേ ഉള്ളൂ, നെഗറ്റീവ് ഇലക്ട്രോൺസുകളൊന്നും കാണാൻ പാടില്ല. അപ്പോൾ നെക്സ്റ്റ് വരുമ്പോൾ എന്ത് ചെയ്യും, അതേപോലെ ഒരു മോളിക്യൂൾസ് അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയസ് അങ്ങോട്ട് മാറിപ്പോകും, നോൺ പോളാറും. അപ്പൊ എന്ത് ചെയ്യും, ഇപ്പുറത്ത് നിറച്ച് എന്താണ് നെഗറ്റീവും പോസിറ്റീവും എടുക്കാൻ വേണ്ടി കുറച്ച് സ്പേസ്, അതായത് കുറച്ച് സ്പേസേ കാണത്തുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ രൂപപ്പെടുന്ന ഫോഴ്സിനെയാണ് എന്ത് പറയുന്നത്, ലണ്ടൻ ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാകാൻ പറ്റും, നോൺ പോളാർ ആൻഡ് നോൺ പോളാർ അല്ലെ, ഒരു നോൺ പോളാർ മോളിക്യൂൾസും വേറൊരു നോൺ പോളാർ മോളിക്യൂൾസും കൊണ്ട് ഉണ്ടാകുന്ന ഫോഴ്സിനെയാണ് എന്ത് പറയുന്നത്, ലണ്ടൻ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എങ്ങനെയാണ് ലണ്ടൻ ഫോഴ്സ് എന്ന് പറയുന്നത്? ലണ്ടൻ ഫോഴ്സ് ഈസ് എ വീക്കസ്റ്റ് ഇന്റർ മോളിക്കുലർ ഫോഴ്സ്. ഓക്കെ, അതാണ് ഫസ്റ്റ് സെന്റൻസ് എഴുതുക. പിന്നെ അതിന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് എഴുതുക, forces that operate to extremely short distance, there is also called London force and disperse. ഒരു പർട്ടിക്കുലർ കുറച്ച് സ്പേസ്, അതായത് ഭയങ്കരത്ത് ഡിസ്റ്റൻസ് അല്ല, കുറച്ച് സ്പേസുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്താണ് ഈ രണ്ട് നോൺ പോളാർ മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നത്, ഒരു ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിനെയാണ് എന്ത് പറയുന്നത്, ലണ്ടൻ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ഫസ്റ്റ് നമ്മൾ അപ്പോൾ ടൈപ്സ് ഓഫ് ഇന്റർമോളിക്കുലർ ഫോഴ്സിൽ ഫസ്റ്റ് നമ്മൾ പഠിച്ചതാണ് ലണ്ടൻ ഫോഴ്സ്. രണ്ടാമത്തെ നമ്മൾ പഠിക്കുന്നത് ഡൈപോൾ ഫോഴ്സ്. എന്താണ് ഡൈപോൾ ഫോഴ്സ്? എന്താണ് ഡൈപോൾ? നമുക്കറിയാം ഒരു മോളിക്യൂൾസ് അല്ലെങ്കിൽ ഒരു ആറ്റത്തില് രണ്ട് പോസിറ്റീവ് ചാർജസും നെഗറ്റീവ് ചാർജസും കാണും. അതൊരു വേറൊരു ആറ്റവുമായിട്ട് അല്ലെങ്കിൽ വേറൊരു മൂലകവുമായിട്ട് കൂട്ടിച്ചേരും. ഇപ്പൊ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു മോളിക്യൂളോ ക്ലോറിൻ എന്ന് പറയുന്ന ഒരു മോളിക്യൂൾസ് തമ്മിൽ ചേരുമ്പോഴാണ് എന്താണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ഫോം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഹൈഡ്രജനിലും നമ്മൾ പഠിച്ച ലാസ്റ്റ് വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോണുകൾ പരസ്പരം ഗെയിൻ ചെയ്യുമ്പോഴോ നേടുമ്പോഴാണ് നമുക്ക് നേടുമ്പോഴോ ലോസ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക, നമുക്ക് ഫോഴ്സ് അല്ലെ ഒരു മൂലകം മൊത്തത്തിലായി അതിനെന്താണ് കൂടുതലായിട്ട് ഫോഴ്സ് ഉണ്ടാവുന്നത്. അപ്പോ ഈ ഹൈഡ്രജൻ എന്ന് പറയുന്ന ആറ്റവും ക്ലോറിൻ എന്ന് പറയുന്ന ആറ്റവും
പാർഷ്യലി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോണുകൾ കൈമാറ്റം ചെയ്യുന്നത്. നമുക്ക് ഇതിനെ നോക്കിയോളൂ. ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡും നമ്മളൊരു എന്താണ് പറയുന്നത്, ഹൈഡ്രോക്ലോറിക് ആസിഡ് വേറൊരു ഹൈഡ്രോക്ലോറിക് ആസിഡ് എങ്ങനെയാണ് കമ്പൈൻ ചെയ്യുന്നത് നോക്കൂ. ഇതില് ഈ ഹൈഡ്രജൻ ആറ്റം ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഇവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്. നമ്മൾ ഡെൽറ്റ പ്ലസ് എന്ന് പറയുന്ന പാർഷ്യലി എന്താണ് ഇലക്ട്രോണുകൾ കൈമാറ്റം ചെയ്യുന്നതാണ് എന്താ നമ്മള് പോസിറ്റീവ്, ഡെൽറ്റ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് പറയുന്നത്. അപ്പൊ നോക്കൂ, ഇതിൽ നമ്മൾ ഹൈഡ്രജൻ ഡെൽറ്റ പോസിറ്റീവ്, ഇവിടുത്തെ ക്ലോറിൻ ഡെൽറ്റ നെഗറ്റീവ് അല്ലെ. അപ്പൊ അടുത്തൊരു ഹൈഡ്രോക്ലോറിക് ആസിഡ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഹൈഡ്രജൻ പോസിറ്റീവും ക്ലോറിൻ നെഗറ്റീവും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് ഒരു ഫോഴ്സ് അട്രാക്ഷൻ അല്ലെ, നെഗറ്റീവും പോസിറ്റീവും. അതായത് ഒരു ഡൈപോൾ ഒരു ഡൈപോൾ, അതായത് ഒരു ഡൈപോൾ മോളിക്യൂൾസ് വേറൊരു ഡൈപോൾ മോളിക്യൂൾസും കമ്പൈൻ ചെയ്യുമ്പോൾ അത്തേക്ക് ഉണ്ടാവുന്ന ഫോഴ്സിനെയാണ് എന്ത് പറയുന്നത്, ഡൈപോൾ ഫോഴ്സ്. നമ്മൾ നേരത്തെ നോൺ പോളാറും നോൺ പോളാർ, ഇത് പോളാർ ആണ്. രണ്ടും എന്തോ നമുക്ക് ഡൈപോൾ, രണ്ടിടത്തും എന്തുണ്ട്, പോസിറ്റീവ് ചാർജും ഉണ്ട് നെഗറ്റീവ് ചാർജും ഉണ്ട്. അവിടെ അങ്ങനെ പോസിറ്റീവും നെഗറ്റീവ്, ഈ പോസിറ്റീവ് നെഗറ്റീവും കൂടെ എന്താണ് അങ്ങനെ ഉണ്ടാവുന്ന പരസ്പരം ഉണ്ടാവുന്ന ഈ ഒരു ഫോഴ്സിനെ പറയുന്ന പേരാണ് എന്തോന്ന് പറയുന്നത്, ഡൈപോൾ ഫോഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായപ്പോഴേ നമ്മൾ ആദ്യം പഠിച്ച ഫോഴ്സ് ഏതാണ്, ലണ്ടൻ ഫോഴ്സ്. ഫ്രിറ്റ്സ് ലണ്ടൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ലണ്ടൻ ഫോഴ്സ് കണ്ടുപിടിച്ചത്. അത് നോൺ പോളാർ ആൻഡ് നോൺ പോളാർ ഫോഴ്സസ് ആണ്. അത് നമ്മൾ രണ്ടാമത് പഠിച്ചതാണ് ഡൈപോൾ ഫോഴ്സസ് ആണ്. ഡൈപോൾ ഫോഴ്സസ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു മോളിക്യൂൾസിൽ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതിന് തമ്മിൽ രണ്ട് മോളിക്യൂൾസ് തമ്മിൽ എന്താണ് കമ്പൈൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഫോഴ്സിനെയാണ് എന്ത് പറയുന്നത്, ഡൈപോൾ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് മൂന്നാമത്തത് ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഫോഴ്സ്. എന്താണ് ഇൻഡ്യൂസ്? അതിൽ നമുക്ക് മനസ്സിലാക്കാം, ഒരു ഡൈപോൾ മോളിക്യൂൾസും വേറൊരു നോൺ പോളാർ മോളിക്യൂൾസും തമ്മിൽ ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മൾ ആദ്യം പഠിച്ചത് നോൺ പോളാർ, മറ്റേ രണ്ടാമത് പഠിച്ചത് പോളാർ, ഡൈപോൾ. ഇനി നമ്മൾ പഠിക്കുന്നത് ഒന്ന് എന്തായിരിക്കും, നോൺ പോളാർ ആയിരിക്കും, ഒന്ന് ഡൈപോളും ആയിരിക്കും, ഒന്ന് നോൺ പോളാർ മോളിക്യൂൾസ് ആയിരിക്കും. അതായത് ഇവിടെ നോക്കൂ, നമ്മൾ ആദ്യം ഒരു മോളിക്യൂൾസ് എടുത്തു, ഇപ്പൊ ഒന്നെടുത്തു, അതിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പാർഷ്യലായിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്, മോളിക്യൂൾസ് കൈമാറ്റം ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒന്ന് നെഗറ്റീവായിട്ട് ഒന്ന് പോസിറ്റീവായിട്ട് കിട്ടും അല്ലെ. അപ്പൊ നമുക്ക് അടുത്തതുള്ളത് എന്താണ്, നമുക്ക് നോൺ പോളാർ മോളിക്യൂൾസ് ആണ്. ഈ അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്താണ്, അങ്ങോട്ടത്തേക്ക് ഇലക്ട്രോൺസുകൾ കൊടുക്കുമല്ലേ. അപ്പോഴത്തേക്ക് എന്താണ്, അവിടെ ഒരു ഇതിൽ നിന്നുകൊണ്ട് ഒരു ഫോഴ്സ് ക്രിയേറ്റ് ചെയ്ത് അവിടെ എന്താണ്, ആ മോളിക്യൂൾസിൽ ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യും. ഇങ്ങനെയുള്ളതിനെയാണ് എന്ത് പറയുന്നത്, ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോ നോക്കിക്കോ, മെയിൻ ആയിട്ട് ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്, dipole force method. Dipole induce the polar molecules induce a dipole in the neighboring non-polar molecules and an electrostatic force of attraction start operating with them. ഓക്കെ, മനസ്സിലായി എന്താണ്? അപ്പൊ ഇൻഡ്യൂസ്ഡ് നമ്മൾ ലാസ്റ്റ് ഒന്ന് ഏതാണ്, ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്, ദ പോളാർ മോളിക്യൂൾസ് ഇൻഡ്യൂസ് എ ഡൈപോൾ ഇൻ ദ നൈബറിംഗ് non-polar molecules and an electrostatic force of attraction start operating with them. മനസ്സിലായോ? ഒരു നോൺ പോളാറും ഒരു ഡൈപോളും കൂടി തമ്മിൽ എന്ത് ചെയ്യും, അടുത്തടുത്തിരിക്കുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് എന്താണ്, ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഇന്റർമോളിക്കുലർ ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യും. ഇതിനെയാണ് എന്ത് പറയുന്നത്, ഈ ഫോഴ്സ്, ഇങ്ങനെ തരത്തിലുള്ള ഫോഴ്സിനെയാണ് എന്ത് പറയുന്നത്, ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഫോഴ്സ്. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായത്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇന്റർമോളിക്കുലർ ഫോഴ്സ്. ഇന്റർമോളിക്കുലർ ഫോഴ്സ് രണ്ട് മോളിക്യൂൾസ് തമ്മിൽ ഉണ്ടാവുന്ന ഫോഴ്സാണ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് എന്ന് പറയുന്നത്. അതിന് മെയിൻ ആയിട്ട് മൂന്ന് തരത്തിലുള്ള ഫോഴ്സുകളുണ്ട്. ഏതൊക്കെയാണ്, ലണ്ടൻ ഫോഴ്സ് അല്ലെങ്കിൽ ഡിസ്പേഴ്സൽ ഫോഴ്സ് എന്ന് പറയുന്നു. രണ്ടാമത്തെ ഡൈപോൾ ആൻഡ് ഡൈപോൾ ഫോഴ്സ്. മൂന്നാമത്തെ ഡൈപോൾ ഡിസ്പേഴ്സൽ ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഫോഴ്സ്. ഓക്കെ, നമ്മൾ അടുത്ത് പറഞ്ഞു ഒരു സ്പെഷ്യൽ കേസ് ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ്, അതായത് ഒരു സ്പെഷ്യൽ കേസ് ഓഫ് ഫോഴ്സ് ആണ് എന്ത് പറയുന്നത്, ഹൈഡ്രജൻ ബോണ്ടിങ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഇത് ഞാൻ ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്താണ് ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറഞ്ഞേ, ഒരു ഹൈഡ്രജൻ ആറ്റം ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, ഇങ്ങനെയുള്ള 3 ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ ആറ്റങ്ങളുണ്ട് അല്ലെ. ഈ 3 ഏതെങ്കിലും ഒരു ബോണ്ട് ഫോം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മോളിക്യൂൾസുമായിട്ട് ഫോം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഫോഴ്സിനെയാണ് എന്തോന്ന്, ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലായി, ഇപ്പോ ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മൾ നേരത്തെ പറഞ്ഞ HCl, അതിൽ ഹൈഡ്രജൻ ഉണ്ട് ക്ലോറിനും ഉണ്ട്. പക്ഷെ അതൊരു ഹൈഡ്രജൻ ബോണ്ടാണോ? ഇല്ല. എന്തുകൊണ്ടാണ്? ഹൈഡ്രജൻ ഉണ്ട്, പക്ഷെ അവിടെ എന്താണ്, നൈട്രജനോ ഓക്സിജനോ ഫ്ലൂറിനോ ഇല്ല അല്ലെ. അപ്പോൾ അതിനെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റത്തില്ല, ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. നമുക്ക് എന്ത് വേണം, ഒരു ഹൈഡ്രജൻ ആറ്റവും വേണം, ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ എന്തോന്നും കൂടെ വേണം, നമുക്ക്
ന്യൂട്രോ നെഗറ്റിവിറ്റി കൂടിയ നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, ഇതിൽ ഏതെങ്കിലും നമുക്ക് എന്ത് വേണം, ഉണ്ടെങ്കിൽ മാത്രമേ അതെന്തോന്ന് ആവത്തുള്ളൂ, അത് ഹൈഡ്രജൻ ബോണ്ടിങ്ങിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. അതായത് ഹൈഡ്രജൻ മാത്രം വെച്ചിട്ട് നമുക്ക് എന്താണ്, അതൊരു ഹൈഡ്രജൻ ബോണ്ടിങ് ആവുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്കറിയാം വെള്ളം H2 അതിൽ ഹൈഡ്രജൻ നിങ്ങൾക്ക് ഉണ്ട്, പക്ഷെ നോക്കിയോ H2O ഓക്സിജൻ ഉണ്ട്. അപ്പോൾ അതെന്താണ്, അവിടെ ഒരു ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് നടക്കുന്നത്. അതേസമയം HCl എന്താ നടക്കുന്നില്ല, ഹൈഡ്രജൻ ബോണ്ടിങ് നടക്കുന്നില്ല. അപ്പോൾ മനസ്സിലായി. അപ്പോൾ പക്ഷേ ഈ എല്ലാ ഫോഴ്സുകളെ നമ്മളിപ്പോ 3 ഫോഴ്സ് പഠിച്ചില്ലേ, ആ എല്ലാ ഫോഴ്സുകളും ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്. അതായത് ഈ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ ആറ്റങ്ങൾ തമ്മിലായതുകൊണ്ട് അതിന് ഇത്രയും കൂടി അട്രാക്ഷൻ. നമ്മൾ നേരത്തെ പറ്റി വീക്കസ്റ്റ് ഫോഴ്സ് ആണ് എന്താണ്, വീക്കസ്റ്റ് ഇന്റർ മോളിക്കുലർ ഫോഴ്സസ് ആണ് നമ്മളിപ്പം പഠിച്ചത്. പക്ഷേ ഈ 3 ഫോഴ്സുകളെ അപേക്ഷിച്ച് ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഇച്ചിരി കൂടെ എന്താണ്, വീക്ക് അല്ല, അല്പം കൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് തന്നെ ആണ്. അപ്പൊ ഇത്രയാണ് നമ്മൾ എന്താ ഇന്റർ മോളിക്കുലർ ഫോഴ്സ്. മനസ്സിലായോ? അത് ചിലപ്പോ നിങ്ങൾക്ക് വരാം, ചിലപ്പോൾ ഡിഫറൻസ്, ചിലപ്പോൾ നിങ്ങൾക്ക് വരാവുന്നത് ടൈപ്പ് ഓഫ് ഫോഴ്സസ് ആയിരിക്കും. ടൈപ്പ് ഓഫ് ഡിഫൈൻ ഇന്റർ മോളിക്കുലർ ഫോഴ്സസ് അതിന്റെ വെച്ച് അതിന്റെ ടൈപ്പുകളായിരിക്കും. എന്നാൽ നിങ്ങൾ ഇന്റർ മോളിക്കുലർ ഫോഴ്സ് എന്ന് വെച്ചിട്ട് ആ 3 ടൈപ്പ് എഴുതിയാൽ മതിയാവും. ഓക്കെ, അതിന്റെ പേരുകൾ അത്രയൊന്ന് എഴുതി വയ്ക്കുക, മാർക്ക് സ്കോർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ. അടുത്ത് നമുക്ക് നെക്സ്റ്റിലോട്ട് പോവാം. നമ്മളിപ്പം പഠിച്ചു, നമ്മൾ ഈ ഇതിന്റെ പേരിൽ തന്നെയുണ്ട് അല്ലെ, ഗ്യാഷ്യസ് സ്റ്റേജ്. അപ്പോൾ ഗ്യാഷ്യസ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഗ്യാസിനെ കുറിച്ച് തന്നെയാണ് ഇനി അടുത്ത് നമ്മൾ ഇതിലോട്ട് പറയാൻ പോകുന്നത്. അതായത് ഗ്യാസസ് ലാ. നമുക്കറിയാം കുറെ ശാസ്ത്രജ്ഞന്മാര് പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തിയിട്ടായിരിക്കും നമുക്ക് ഒരു എന്തെങ്കിലും എക്സ്പെരിമെന്റിൽ മുഖേന അല്ലെങ്കിൽ അവർ പറയുക കാൽക്കുലേഷൻസ് ഒക്കെ നടത്തിയിട്ടായിരിക്കും ഒരു ലോ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് അല്ലെ. അപ്പോൾ നമുക്ക് ഇതിൽ മെയിൻ ആയിട്ട് നമുക്ക് 3 ലോസ് പഠിക്കാനുണ്ട്. മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് 3 ലോസ് ആണ് പഠിക്കാനുള്ളത്. അതില് ഫസ്റ്റ് നമുക്ക് ഗ്യാസ് ലോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗ്യാസിനെ കുറിച്ച് കുറച്ച് ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, കുറെ നിയമങ്ങൾ, കുറെ ലോകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലുള്ള ഫസ്റ്റ് ഒരു ലോ ആണ് നമുക്ക് പറയുന്നത്. നമുക്ക് പഠിക്കാനുള്ളത് ബോയ്സ് ലോ ഉണ്ട്, ചാൾസ് ലോ ഉണ്ട്, പിന്നെ അവഗാഡ്രോ ലോയും ഉണ്ട്, പിന്നെ ഗാലുസാക്ക്. ഓക്കെ, അങ്ങനെ ഒരു ലോയുടെ ഉണ്ട്. അപ്പൊ ആദ്യം എന്താണ് അവിടെ കിടപ്പുണ്ടേ, ബോയ്സ് ലോ, ചാൾസ് ലോ, ഗാലുസാക്ക് ലോ ആൻഡ് അവഗാഡ്രോ ലോ. 4 ലോസ് നമുക്ക് പഠിക്കേണ്ടത്. ഏതൊക്കെയാണ്? ബോയ്സ് ലോ, ചാൾസ് ലോ ആൻഡ് ഗാലുസാക്ക് ലോസ് ആൻഡ് അവഗാഡ്രോ ലോസ്. ഓക്കെ, ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും ലോസുകൾ പഠിക്കുമ്പോൾ, അതായത് ഗ്യാഷ്യസ് സ്റ്റേജിൽ നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് ഇതിൽ എപ്പോഴും എല്ലാം, അതായത് വോളിയം, പ്രഷർ, ടെമ്പറേച്ചർ, നമ്പർ ഓഫ് മോളിക്യൂൾസ്, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് പറഞ്ഞ അതിലെ സബ്സ്റ്റൻസ്. ഏതൊക്കെയാണ്? പ്രഷർ വരും, വോളിയം വരും, ടെമ്പറേച്ചർ വരും, നമ്പർ ഓഫ് മോൾസ്. ഈ സംഭവങ്ങളൊക്കെ ഓരോന്നിലും ഓരോ ലോയിസിലും മാറി മാറി 2 വന്നിട്ട് ബാക്കി 2 എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ഏതാണ് നമുക്ക് പഠിക്കാനുള്ള? പ്രഷർ ഉണ്ടായിരിക്കും, വോളിയം ഉണ്ടായിരിക്കും, ടെമ്പറേച്ചർ ഉണ്ടായിരിക്കും, നമ്പർ ഓഫ് മോൾസ് ഉണ്ടായിരിക്കും. ഇതില് ഈ 4 ആയിരിക്കും നമ്മൾ ഈ ഗ്യാഷ്യസ് ലോസ്, ഈ 4 ഗ്യാഷ്യസ് ലോസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുന്നത്. പക്ഷേ ഇപ്പൊ ഒരു ലോ എടുക്കുമ്പോൾ ഇതിൽ 2 ആയിരിക്കും ആക്റ്റീവ് ആവുന്നത്, ബാക്കി 2 കോൺസ്റ്റന്റ് ആയിരിക്കും എപ്പോഴും. അപ്പൊ അത് നിങ്ങൾക്ക് പഠിച്ചാലത്തേക്ക് എളുപ്പത്തിൽ നിങ്ങൾക്ക് ഏത് ലോസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോണ ഏതൊക്കെ ലോസ് ഉണ്ട്? ബോയ്സ് ലോ, ചാൾസ് ലോ, ഗാലുസാക്ക് ലോസ് ആൻഡ് അവഗാഡ്രോസ് ലോ. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ബോയ്സ് ലോ. നോക്കിക്കോളൂ, നമുക്ക് ഇതിന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബോയ്സ് ലോയിൽ പഠിക്കുന്നത് പ്രഷറും വോളിയവും, അതായിരിക്കും മെയിൻ അതിന്റെ പാർട്ടുകൾ. ബാക്കി 2 അതായത് ഈ പ്രഷറും വോളിയവും പോയിട്ട് നമുക്ക് ഏതൊക്കെയുണ്ട്? ടെമ്പറേച്ചറും നമ്പർ ഓഫ് മോൾസും കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോഴും മെയിൻ ആയിട്ട് ഇതിൽ ഏതാണ്? നമുക്ക് ടെമ്പറേച്ചറും പ്രഷറും എന്താണ്? ടെമ്പറേച്ചർ ആൻഡ് നമ്പർ ഓഫ് മോൾസ് ഇസ് എ കോൺസ്റ്റന്റ്. ഇതിൽ നമുക്ക് പ്രഷറും വോളിയവുമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? പഠിക്കാനുള്ളത്. ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്, അതിനൊരു ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞുതരാം. പ്രഷർ, ഇതിന്റെ ഒരു ഫോർമുല വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, ബി വോളിയം എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/P. വോളിയം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, അത് അടക്കണ്ടേ. ഓക്കെ, വോളിയം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? 1/P. ഓക്കെ, ഇതെന്ന് പറയുന്നത് വോളിയം കൂടുമ്പോൾ പ്രഷർ കുറയും, അതിന് നേരെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും. അതായത് വോളിയം കൂടുമ്പോൾ എന്ത് ചെയ്യും? പ്രഷർ കുറയും. അപ്പോൾ വോളിയം കുറയുമ്പോൾ പ്രഷർ കൂടും. അതാണ് ഇതിന്റെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്. നമുക്ക് അതിൽ വന്നിട്ടുള്ളത് PM, നമ്മൾ പറഞ്ഞു PM, അതായത് വോളിയവും പ്രഷറും ആണ് നമുക്ക്
മെയിൻ ആയിട്ട് നമ്മളെ ബോയ്സ് ലോയിൽ വരുന്നത്. അതിൽ നമ്മൾ പഠിച്ചു നമ്പർ ഓഫ് മോൾസും ടെമ്പറേച്ചറും എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഇതിലടുത്ത് വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/p. അപ്പോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/p. അതായത് വോളിയം കൂടുമ്പോൾ പ്രഷർ കുറയും, പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയും. നമുക്കൊരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ അതില് സിറിഞ്ച് നിങ്ങൾക്ക് അറിയാലോ. സിറിഞ്ച് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ നമ്മളിപ്പോ കുറച്ച് മരുന്നൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് ഇഞ്ചെക്ട് ചെയ്യേണ്ട മരുന്ന് വെച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇതിന് പ്രഷർ ഇങ്ങനെ കൊടുക്കുകയാണ്, കൂട്ടുകയാണ്. നോർമലായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നു, അതിലെന്താണ് ഉണ്ട്, ഇച്ചിരി മരുന്നൊക്കെ ഉണ്ട്. നമ്മൾ അപ്പോൾ എന്ത് ചെയ്തു, അതിന് നമ്മൾ നമ്മുടെ ആ സിറിഞ്ചിൽ എന്ത് പ്രഷർ ഇങ്ങനെ കൊടുത്തു വരുമ്പോൾ എന്താ, പ്രഷർ കൂടുന്നതിനനുസരിച്ച് എന്താണ്, വോളിയം കുറയുന്നു. ആ മരുന്ന് നമ്മളതിലോട്ട് പോകുന്നു അല്ലെ. പ്രഷർ കൂടുന്നതിനനുസരിച്ച് വോളിയം കുറയുന്നു, അത്രയേ ഉള്ളൂ. അതെന്താണ്, സിറിഞ്ച് മറ്റേ ബോയ്സ് ലോയ്ക്ക് ഉദാഹരണമാണ്. ഓക്കെ, അത് മറക്കത്തില്ലല്ലോ. അപ്പൊ എന്താണ്, പ്രഷറും വോളിയവും തമ്മിലുള്ള ആ ഒരു റിലേഷനാണ് എന്തെന്ന് പറയുന്നത്, ബോയ്സ് ലോയില് പറയുന്നത്. എന്താണ് പ്രഷർ? ഇത് കണ്ടുപിടിച്ചത് റോബർട്ട് ബോയിൽസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ 1662 ബോയ്സ് ലോ കൊണ്ടുവന്നത്. ആരാണ്? റോബർട്ട് ബോയിൽ എന്ന് പറയുന്ന ആ ശാസ്ത്രജ്ഞൻ 1662 ബോയ്സ് ലോ കൊണ്ടുവന്നത്. ആരാണ് കണ്ടുപിടിച്ചത്? റോബർട്ട് ബോയിൽ. ഇതിന്റെ എന്തായിരിക്കും, ഈ രണ്ട് പ്രഷർ ആൻഡ് വോളിയം റിലേഷൻ, വോളിയം ആൻഡ് പ്രഷർ റിലേഷൻഷിപ്പ് ആണ് ബോയ്സ് ലോയിൽ ഉള്ളത്. ബാക്കി നമ്പർ ഓഫ് മോൾസും ടെമ്പറേച്ചറും എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. അത് അതിലൊന്നും ഇടപെടുന്നത്. നമ്മൾ സിറിഞ്ച് എടുത്താൽ അതിൽ നമ്മൾ എന്തെങ്കിലും ആ സിറിഞ്ചിന് നമ്മൾ ഇതിലേതെങ്കിലും ടെമ്പറേച്ചർ കൊടുക്കുന്നുണ്ടോ സിറിഞ്ചിൽ? ഇല്ല, നമ്മൾ ആ ഒരു പ്രഷറാണ് കൊടുക്കുന്നത്. ആ ഒരു പ്രഷറിൽ നിന്നാണ് നമ്മൾ പ്രഷർ കൂടുന്നതിനനുസരിച്ച് വോളിയം എന്ത് ചെയ്യുന്നു, കുറയുന്നു. അതായത് ആ മരുന്ന് എന്താണ് പോയി, ആ വോളിയം, ആ മരുന്ന് എത്രത്തോളം ആദ്യം ഇത്രത്തോളം ഉണ്ടായിരുന്ന മരുന്ന് നമ്മൾ ഈ പ്രഷർ ഇങ്ങനെ ഇത്ര ഉണ്ടായിരുന്നു, ഒരു സിറിഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് മരുന്ന് ഇത്ര ഉണ്ടായിരുന്നു. നമ്മൾ എന്താ സിറിഞ്ചിനെ ഇങ്ങനെ പ്രഷർ കൊടുത്തു സിറിഞ്ച് കുറയുമ്പോൾ എന്താണ്, ഇത് ഇങ്ങനെ പോയി എന്താണ്, പ്രഷർ കൂടുന്നതിനനുസരിച്ച് വോളിയം എന്ത് ചെയ്യുന്നു, കുറയുന്നു. അതാണ് ബോയ്സ് ലോ പറയുന്നത്. അതിന്റെ ഇത് P ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/v. ഇനി നമ്മൾ ആക്കോട്ടെ, അതിൽ വേറെ നമുക്ക് പറയാം. പ്രഷർ, ആദ്യത്തെ പ്രഷർ P1 എന്ന് എടുക്കട്ടെ. ആദ്യത്തെ V1, ആദ്യത്തെ പ്രഷർ P1, ആദ്യത്തെ വോളിയം V1. അത് എപ്പോഴും ഈക്വൽ ആയിരിക്കും അടുത്ത് നമ്മൾ സെക്കൻഡ് രണ്ടാമത്തേൽ എടുക്കുന്ന പ്രഷറും വോളിയം. അതായത് ഇത് രണ്ടും എപ്പോഴും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. മനസ്സിലായോ? അതായത് P1 V1 ഈക്വൽ ടു P2 V2. ഓക്കെ, P1 അതായത് ഇനിഷ്യൽ പ്രഷറും ഇനിഷ്യൽ വോളിയമും എപ്പോഴും നമ്മൾ രണ്ടാമത് എടുക്കുന്ന അല്ലെങ്കിൽ ലാസ്റ്റ് എടുക്കുന്ന ഫൈനൽ പ്രഷറിലും ഫൈനൽ V2നും ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അത് നമുക്ക് എങ്ങനെ അറിയാം? നമുക്ക് ഒരിക്കലും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലായിട്ട് നമുക്ക് എന്താണ് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് കാൽക്കുലേഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈക്വൽ ടു സൈൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിലുള്ള കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാൽക്കുലേഷൻ നോക്കുന്നത്. ഇപ്പം ബോയ്സ് ലോ എന്താണ്, ചാൾസ് എന്താണെന്നാണ് നോക്കുന്നത്. അപ്പോൾ നമുക്കിത് P1 V1 ഈക്വൽ ടു P2 V2. നമുക്കിതിനെ ഇതിൽ നോക്കിയോ, ഈക്വൽ ടു വരുമ്പോൾ നമുക്കറിയാം ഈ P1നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിർത്തിയിട്ട് P2നെ നമുക്ക് അവിടെ നിർത്തിയിട്ട് നമുക്ക് ചെയ്യാം. അതായത് P1/P2 ഈക്വൽ ടു V2/V1 അല്ലെ. കണ്ടുപിടിക്കുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ മാറ്റിക്കൊണ്ട്. അപ്പോൾ നിങ്ങൾ മെയിൻ ആയിട്ട് ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചിരിക്കുക. ഇത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. V ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/p എന്ന് വെച്ചാൽ എന്താണ്, വോളിയം കൂടുന്നതിനനുസരിച്ച് പ്രഷർ കുറയും, പ്രഷർ കൂടുന്നതിനനുസരിച്ച് വോളിയം കുറയും. ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിരിക്കും രണ്ടും. അതാണ് ബോയ്സ് ലോ പറയുന്നത്. അപ്പൊ നമ്മൾ കാണാതെ പഠിക്കേണ്ട ഫോർമുല എന്താണ്, എപ്പോഴും P1 V1 ഈസ് ഈക്വൽ ടു P2 V2. അത് ബോയ്സ് ലോയിൽ കാണാതെ പഠിക്കുക. ആരാണ് കണ്ടുപിടിച്ചത്? റോബർട്ട് ബോയിൽ എന്ന് പറയുന്ന ആ ശാസ്ത്രജ്ഞനാണ് കണ്ടുപിടിച്ചത്. ഓക്കെ അല്ലേ? ഇതിൽ നമ്മളിപ്പോ പഠിച്ചില്ലേ, 3 ഗ്രാഫാണ് ഇതിൽ മെയിൻ ഒരു ചെറുതായിട്ട് പഠിക്കാറുള്ളത്. നമുക്കറിയാം ഗ്രാഫ് പഠിക്കുമ്പോഴത്തേക്കും ഒരു മിനിറ്റ്, ഗ്രാഫ് പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് നോക്കിയോളൂ. ഇവിടെ കണ്ടോ, ഇതൊരു ഗ്രാഫിന്റെതാണ്, എക്സ് ആക്സിസ് വൈ ആക്സിസ്. നമ്മൾ ആദ്യം ഇതിൽ ഗ്രാഫിൽ നമുക്ക് മുകളിലോട്ട്, അതായത് ഇതിന്റെ പ്രഷർ നമ്മൾ സൂചിപ്പിച്ചു, ഇത് വോളിയം എന്ന് പറഞ്ഞ് നമ്മൾ വെച്ചു. ഇതിൽ നമ്മൾ ആദ്യം പ്രഷറും വോളിയം തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. അതായത് നമ്മൾ പഠിച്ചു പ്രഷർ ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് വോളിയം കുറയും, അല്ലെങ്കിൽ വോളിയം കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, പ്രഷർ കുറയും. ഇത് എന്താണ്, ഇതിലെ ഒരു ഗ്രാഫാണ് PV റിലേഷൻഷിപ്പ് ഗ്രാഫ്. അതായത് നമ്മൾ ബോയ്സ് ലോയിൽ 3 ഗ്രാഫാണ് പഠിക്കാനുള്ളത്. ഏതെങ്കിലും ഒന്നായിരിക്കും നിങ്ങൾക്ക് ചോദിക്കുന്നത്. ഇതില്
പി വി ഗ്രാഫ്, അതായത് പി റിലേഷൻ വിത്ത് വോളിയം, അതായത് പ്രഷർ വോളിയം റിലേഷനിൽ വരയ്ക്കുന്ന ഗ്രാഫ് ഞാൻ എപ്പോഴും ഇങ്ങനത്തെ ആയിരിക്കും, ഇങ്ങനെ ഒരു കർവ് ഷേപ്പ്. ഓക്കെ, അല്ലാതെ നമുക്ക് രണ്ടാമത്തെ പഠിക്കുന്ന ഒരു പി, അതായത് രണ്ടാമത്തത് ഇത് ഒന്ന്, ഇതാണെങ്കിൽ പി ആയിരിക്കും, പി ഈസ് ഇൻവേഴ്സ് വി. ഇങ്ങനെയാണ് നിങ്ങൾക്ക് 1/v ആണ് ഗ്രാഫിൽ വരികയാണെങ്കിൽ നിങ്ങൾ എന്താണ് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈനാണ് നിങ്ങൾക്കുള്ളത്. ആദ്യം നമ്മൾ വെറും പിയും, മുകളിലോട്ട് എല്ലാം പി ഇട്ടേക്കണം കേട്ടോ, വെറും പിയും വെറും ബിയും. ഓക്കെ, അപ്പൊ ഇത് പ്രഷർ കൂടുന്നതനുസരിച്ച് വോളിയം കുറയുന്നത്. ഇത് പി ആൻഡ് വി റിലേഷൻഷിപ്പ് നമുക്കറിയാം, നമ്മൾ ഇവിടെ പഠിച്ചില്ലേ, വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പി. ഇത് തന്നെയാണ് പ്രഷർ കൂടുന്നതിനനുസരിച്ച് വോളിയം കുറയുന്നത്. വോളിയം ഇത് പി ആൻഡ് വി റിലേഷൻഷിപ്പിന്റെ ഗ്രാഫ്. ഇത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ, അതായത് പിയും 1/v എങ്ങനെയാണ് വന്നത്, നമ്മൾ ആദ്യത്തെ ഗ്രാഫിലുള്ള ഏതാണ് ഇങ്ങനത്തെ ഒരു ഗ്രാഫ് ആയിരിക്കും നിങ്ങൾക്ക് ഉള്ളത്. ഓക്കെ, അടുത്താണെങ്കിൽ നമുക്ക് വേറൊരു ഗ്രാഫ് എന്ന് പറയുന്നത് ഇതിൽ വരുന്നത് നമ്മുടെ എക്സ് ആക്സിസ് y ആക്സിസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, നോക്കിയോ ഇവിടെ പി വി. ഓക്കെ, അതായത് പി ഇൻറ്റു വി, നമ്മളിവിടെ പ്രഷർ കൊടുത്തു. പ്രഷർ കൊടുക്കാൻ നമ്മൾ നേരത്തെ പഠിച്ചു, ഇവിടെ പിയും വിയും ഒരേപോലെ ആയിരിക്കും, ഈക്വൽ ആയിരിക്കും, അതായത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഒരിക്കലും ഇനിഷ്യൽ കൊടുത്തെന്ന് പറഞ്ഞ് മാറ്റം വരത്തില്ല, രണ്ടും തുല്യമായിരിക്കും. അപ്പോൾ പിയും വിയും എന്തായിരിക്കും, തുല്യരേഖ ആയിരിക്കും. ഈ 3 ഗ്രാഫ് പഠിച്ചു വെച്ചേക്കണം. എങ്ങനെയാണ് പ്രഷർ ആൻഡ് വോളിയം റിലേഷൻ ഗ്രാഫ്, പിയും വി 1/v തമ്മിലുള്ള ഗ്രാഫ് പി വി ഗ്രാഫ്. ഈ 3 ഗ്രാഫ് എന്തിലുള്ള ബോയ്സ് ലായില് ഉണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക, ചില സന്ദർഭങ്ങളിൽ ഗ്രാഫ് ചോദിക്കാം. ആദ്യത്തെ ഗ്രാഫ് എ ഗ്രാഫ് ഓഫ് വേഴ്സസ് ബി, എ ഗ്രാഫ് ഓഫ് വേഴ്സസ് 1/v, എ ഗ്രാഫ് ഓഫ് പ്രഷർ പി വി. ഇത് 3ഉം എന്തോന്നുള്ളതാണ്, ബോയ്സ് ലോയിൽ ഉള്ളതാണ്. നമുക്കടുത്ത് ഗ്യാസ് സ്റ്റേറ്റ്, അതായത് ഗ്യാസ് സ്റ്റേറ്റിലെ ബോയ്സ് ലോയിൽ കഴിഞ്ഞാല് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ചാൾസ് ലോ. ഏതാ ചാൾസ് ലോ? ചാൾസ് ലോ പറയുന്നത് ഇതിൽ ആദ്യമായിട്ട് നമ്മളെ ജാക്കോസ് ചാൾസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് എന്ത് കണ്ടുപിടിച്ചത്, ചാൾസ് ലോ കണ്ടുപിടിച്ചത്. 1787 ഈ ഏത് ചാൾസ് ലോ കണ്ടുപിടിച്ചത്. ഏതാണ് 1787 ജാക്കോ ചാൾസ് എന്ന് പറയുന്ന ആള് ഇതിന്റെ എഫക്ട് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ വോളിയം ഒക്കെ കൂടെയുള്ള ഒരു ഗ്യാസ് സ്റ്റഡിയുടെ അടിസ്ഥാനം, നമ്മൾ അങ്ങനെയാണല്ലോ എല്ലാം സ്റ്റഡി ചെയ്യുന്നത്. അത്രയും വച്ചിട്ട് 1787 ജാക്കോസ് ചാൾസ് എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്തു, ചാൾസ് ലാ, അയാൾ അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ് ചാൾസ് ലാ കണ്ടുപിടിച്ചു. ഇതില് ചാൾസ് ലാ പറയുന്നത് ദ വോളിയം ഓഫ് ഗ്യാസ് ഇൻക്രീസസ് ഇറ്റ്സ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഈസ് റൈസ്ഡ്. If the absolute temperature is low, the volume will be constantly decreased. Mathematically, Charles represents to below. നോക്കിക്കോളൂ നിങ്ങള്. ഇതില് ചാൾസ് ലാ പറയാം, നമ്മൾ നേരത്തെ പറഞ്ഞ ഓരോന്നും കോൺസ്റ്റന്റ്. ഇതില് വോളിയവും ടെമ്പറേച്ചറും ആണ് അതിന്റെ ബന്ധം. വോളിയത്തിനും ടെമ്പറേച്ചറിനും അനുസരിച്ച് ഇത് രണ്ടും തമ്മിൽ മാറും. പക്ഷെ അവിടെ പ്രഷർ എന്നും കോൺസ്റ്റന്റ്. ഏതെങ്കിലും 2 സാധനമായിരിക്കും നമ്മൾ എന്താണ് ചെയ്യുന്നത്, അതിൽ 2 എണ്ണം കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതിന്റെ റിലേഷൻ എന്താണ്, വോളിയം ടെമ്പറേച്ചർ റിലേഷൻ ആണ് ചാൾസ് ലോ. നേരത്തെ പ്രഷറും വോളിയം ആയിരുന്നു ബോയ്സ് ലോ. നമ്മൾ നേരത്തെ പ്രഷറും വോളിയം ആയിരുന്നു ബോയ്സ് ലോ. പക്ഷെ ചാൾസ് ലോയിലെ വോളിയവും ടെമ്പറേച്ചറും ആണ് എന്തോന്ന് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എന്താണ് വോളിയം ആൻഡ് ടെമ്പറേച്ചർ ആൻഡ് നമ്പർ ഓഫ് മോൾസ് ആൻഡ് പ്രഷർ ഈസ് എ കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതിൽ മെയിൻ ആയിട്ട് അങ്ങനെയാണ് പറയുന്നത്. അടുത്ത ഇതിൽ നമുക്ക് ഇത് ചില സന്ദർഭങ്ങൾ ഇതിൽ ഡിഗ്രി സെൽഷ്യസ് ഒക്കെ വരുമ്പോൾ അതിനെ കെൽവിനോട്ട് മാറ്റാനുണ്ട്. അപ്പോൾ 273.15 കെൽവിൻ സ്കെയിലിന്റെ റേഷ്യോ ഇട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക കണക്കുകൾ അല്ലെ. അപ്പൊ നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് കണക്കുകൾ 2-3 ബോയ്സ് ലായുടെയും ചാൾസ് ലായുടെയും അവിടെ ലായുടെ ഓരോരോ കണക്കുകൾ ഞാൻ എന്ത് ചെയ്യാൻ അറിയാൻ പറഞ്ഞുതരാം. ഇതിപ്പോ നമ്മൾ അതെന്താണെന്ന് ബ്രീഫായിട്ട് പറയുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്താണ് ചാൾസ് ലാ എന്ന് പറഞ്ഞാല്, Charles law, the volume of gas increases as the absolute temperature is raised. വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ എന്താ ഇൻവേഴ്സ്ലി ആണ് പറഞ്ഞത്, ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയും. പക്ഷേ നേരെ തിരിച്ച് വോളിയം കൂടുമ്പോൾ ടെമ്പറേച്ചറും കൂടും, ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയവും കൂടും. ഈ ലോയാണ് ചാൾസ് ലോ. എങ്ങനെ പറയും, വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കൂടും, ഇൻക്രീസ് ചെയ്യും.
വോളിയം ഡിക്രീസ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യും. എങ്ങനെയാണ് ചാൾസ് ലോ പറയുന്നത്? എങ്ങനെയാണ്? വോളിയം ഓഫ് ദ ഗ്യാസ് ഇൻക്രീസസ് ആൻഡ് ഇറ്റ്സ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ബീങ് റേസ്ഡ്. ഓക്കെ, ഇഫ് യു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഈസ് ലോ ദ വോളിയം വിൽ ബി കോൺസ്റ്റന്റ് ഡിക്രീസ് അല്ലെ. അതാണ് വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ ഹൈ ആവും, വോളിയം ഡിക്രീസ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കുറയും. ഇത് തന്നെയാണ്. അതായത് സോറി ചാൾസ് ലോ എന്ന് പറയുന്നത് എന്താണ്? വോളിയം കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കൂടും, ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് വോളിയവും കൂടും. നമ്മൾ നേരത്തേതാണ് ഇൻവേഴ്സ്. ഇത് ചാൾസ് ലോ ഏതാണ്? ഒന്ന് കൂടുമ്പോഴത്തേക്കും എന്താണ് മറ്റതും കൂടും, ഒന്ന് കുറയുമ്പോഴത്തേക്കും മറ്റതും കുറയുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഒരേപോലെ ആയിരിക്കും. ഓക്കെ, മനസ്സിലായോ? ആദ്യത്തത് ഡയറക്റ്റ് ഓപ്പോസിറ്റ് എടുക്കണം. വോളിയം കൂടുമ്പോൾ പ്രഷർ കുറയും, പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയും, ഒന്ന് കൂടിയാൽ ഒന്ന് കുറയും. പക്ഷെ ഇത് ഏതാണ്? ചാൾസ് ലോ എന്ന് വെച്ചാൽ ഒന്ന് കൂടുമ്പോൾ, അതായത് നമ്മുടെ വോളിയം കൂടുമ്പോൾ ടെമ്പറേച്ചർ കൂടും, ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടും, അത്രേ ഉള്ളൂ. ഓക്കെ, അതാണ് ഞാൻ നേരത്തെ പറയുന്നത്. വോളിയം ഓഫ് ദ ഗ്യാസ് ഡിക്രീസസ്, വോളിയം കുറയുകയാണെങ്കിൽ ആസ് ഇറ്റ്സ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ബീസ് റേസ്ഡ്, അത് കുറയുമ്പോൾ എന്താണ്? ഇതും കുറയും, ടെമ്പറേച്ചർ ബി റേസ്ഡ്. ആൻഡ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഈസ് ലോഡ് ദ വോളിയം വിൽ ബി കോൺസ്റ്റന്റ് ഡിക്രീസ്ഡ്. ഓക്കെ, രണ്ടും ഒന്ന് കുറയെങ്കിൽ അതും കുറയും, മറ്റത് കൂടുകയാണെങ്കിൽ അതും കൂടും. അപ്പൊ ഇത് നമുക്ക് എന്താണ്? ഡയറക്റ്റ്ലി, അതാണ് വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഓക്കെ, നമുക്ക് എങ്ങനെ എടുക്കാം? നേരത്തെ വോളിയം ഇത് എടുത്താൽ നമുക്ക് എങ്ങനെ എടുക്കാം? V1 by, ഇത് നമുക്കറിയാം, ഇത് മാത്തമെറ്റിക്കൽ റെപ്രസെന്റേഷൻ അല്ല. ഓക്കെ, ഇത് നമ്മൾ മാത്തമെറ്റിക്കൽ റെപ്രസെന്റേഷൻ ആണ്. നോക്കൂ, വോളിയം ആദ്യത്തെ ഇനിഷ്യൽ വോളിയം V1 എന്നും ഫൈനൽ വോളിയം V2 എന്നും എടുത്താൽ നമുക്ക് എങ്ങനെയായിരിക്കും? നമുക്ക് അതിന്റെ ഫോർമുല എടുക്കാം. V1 by T1 equal to V2 by T2. വോളിയം ബൈ ടെമ്പറേച്ചർ ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ചാൾസ് ലോയില് പറയുന്നത് എന്താണ്? V1 by, നമ്മൾ നേരത്തെ P1 equal to P2 V2. ഇത് നമ്മൾ ചെയ്യുന്ന V1 by T1 equal to V2 by T2 ഈസ് എന്താണ്? ചാൾസ് ലോയുടെ ഇക്വേഷൻസ് ആണ്. അത് നോക്കി, ഇതിൽ അബ്സല്യൂട്ട് സീറോ വാല്യൂ എന്നത് കെൽവിൻ സ്കെയിൽ ആണ്. 273.15 കെൽവിൻ. അതായത് നമ്മളൊരു കെൽവിൻ സ്കെയിൽ നമുക്ക് പനിയൊക്കെ വരുമ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയും അല്ലെ, അതിനെ കെൽവിനോട്ട് കൺവേർട്ട് ചെയ്യണത് എങ്ങനെയാണ്? ആ ഡിഗ്രീനെ ഇൻറ്റു എന്താണ്? ഈ നമ്പറിലോട്ട് ഇട്ടാണ് എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ കെൽവിൻ സ്കെയിലിന്റെ നമ്പർ എന്താണ്? 273.15. ഓക്കെ, അത് കെൽവിൻ സ്കെയിലാണ്. നമ്മൾ ഈ കണക്ക് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ കെൽവിൻ സ്കെയിലാണ്. അന്ന് നിങ്ങൾ മനസ്സിലാക്കും, ദിസ് ഈസ് എ അബ്സല്യൂട്ട് സീറോ വാല്യൂ. 0 ഡിഗ്രി സെൽഷ്യസിന്റെ കെൽവിൻ വാല്യൂ ആണ് 273.15. 0 ഡിഗ്രി സെൽഷ്യസിന്റെ വാല്യൂ ആണ് എന്താണ്? 273.15 കെൽവിൻ. ഓക്കെ, അപ്പൊ അതെന്താണ്? ചാൾസ് ലോ. ഓക്കെ, അത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗേ-ലുസാക്ക് ലോ. എന്താണ് ഗേ-ലുസാക്ക് ലോ? The pressure of given amount of gas at constant volume is directly proportional to its absolute temperature. This law states that എന്താണ്? ഈ law പറയുന്നത് എന്താണ്? The pressure of given number of gas at constant volume is directly proportional to its absolute temperature. അബ്സല്യൂട്ട് ടെമ്പറേച്ചർ, അതായത് പ്രഷറിനനുസരിച്ച് എന്താണ്? ഒരു നിശ്ചിത അബ്സല്യൂട്ട് ടെമ്പറേച്ചറിൽ എന്താണ്? അതായത് P ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. പ്രഷറിനനുസരിച്ച് ടെമ്പറേച്ചർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരുന്നു നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ പറയാം അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. നമ്മൾ നേരത്തെ പഠിച്ചു, ഒരു അബ്സല്യൂട്ട് സീറോ വാല്യൂ പഠിച്ചു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ പിയും ടിയും ഒരേപോലെ, അത് പി കൂടുമ്പോൾ ടി കൂടും. നേരത്തെ പറയാം പി കുറയുമ്പോൾ. പക്ഷെ ഇവിടെ ഏത് റിലേഷൻഷിപ്പ് ആണ്? പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ റിലേഷൻഷിപ്പ് ആണ് എന്ത്? ഗേ-ലുസാക്ക് ലോ പറയുന്നത്. എന്താണ് ഗേ-ലുസാക്ക് ലോ പറയുന്നത്? എന്താണ്? പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, അപ്പൊ ഇത് പി പ്രഷർ കൂടുമ്പോഴത്തേക്ക് ടി ടെമ്പറേച്ചറും കൂടുന്നുണ്ട്. അപ്പൊ നമുക്കിതിലെ അബ്സല്യൂട്ട് ഒരു കോൺസ്റ്റന്റ് നമുക്ക് കെ എന്ന് എടുക്കാം. അപ്പോഴെന്താണ്? പി പ്രഷർ എന്ന് പറയുന്നത് നമുക്കറിയാം, ഈക്വൽ ടു സൈൻ വാങ്ങണമെങ്കിൽ നമുക്കൊരു കോൺസ്റ്റന്റ് വേണം അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? P equal to KT. K is എന്താണ്? അബ്സല്യൂട്ട് സീറോ വാല്യൂ, കോൺസ്റ്റന്റ് ആണ്. K is a constant. അപ്പോൾ P is equal to KT. Okay, P is equal to KT. P is directly proportional to and P is equal to K into T. P is equal to KT. This is a Gay-Lussac law.
ഇതില് ഇതിനൊരു ഉദാഹരണം പറഞ്ഞാലേ, നമ്മള് സമ്മർ സീസൺ ഒക്കെ വരുമ്പോ നമ്മൾ പറഞ്ഞു പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. ഈ സമ്മർ നമ്മൾ ഇപ്പോ വണ്ടിയൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന വ്യക്തി, അല്ലെ വണ്ടിയുടെയൊക്കെ ടയർ നമുക്ക് സമ്മർ സീസൺ ഒക്കെ ആകുമ്പോൾ എന്താണ് പെട്ടെന്ന് എന്ത് ചെയ്യും, പൊട്ടിപ്പോവും. എന്തുകൊണ്ടാ? ഈ നമ്മുടെ ഈ പ്രഷർ ടെമ്പറേച്ചർ ഉണ്ടല്ലോ, ചൂട് കൂടുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് ആ ടയർ എന്ത് ചെയ്യും, പൊട്ടിപ്പോവും. അല്ലെ, സമ്മർ സീസണിലാണ് ഏറ്റവും കൂടുതൽ ടയർ കൂടുക. അത് ഇതിന്റെ ഒരു നിയമം. അതായത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, പ്രഷർ കൂടുമല്ലോ. അപ്പോൾ അവിടെ നിൽക്കാൻ, ആ ഗ്യാസ് നിൽക്കാൻ പറ്റാതെ എന്ത് ചെയ്യും. അതേപോലെ തന്നെ ഗേ-ലുസാക്കിന് വേറെ ഒന്ന് കൂടെ ഉണ്ട്, ഹോട്ട് എയർ ബലൂൺ ആണെന്ന് തോന്നുന്നു ഗേ-ലുസാക്ക് നിയമം അനുസരിച്ച്. അതായത് നമ്മള് ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ ബലൂണ് മുകളിൽ വലിയൊരു ബലൂണ്, ഹോട്ട് എയർ ബലൂണൊക്കെ കണ്ടിട്ടുണ്ടോ? അപ്പൊ അതെങ്ങനെയാണ്? പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ പറക്കാൻ പറ്റുന്ന, പറക്കാൻ പറ്റുന്ന വാതകങ്ങൾ, ഭാരം കുറഞ്ഞ വാതകങ്ങൾ അടിച്ചു വിട്ടിട്ടാണ് ബലൂൺസ്, വലിയ വലിയ ബലൂൺസുകൾ ആൾക്കാർ പാരച്യൂട്ട് പോലത്തെ ഉള്ള ആ സംഭവങ്ങൾ വെച്ച് പറക്കുന്നത്, ഹോട്ട് എയർ ബലൂണ്. അപ്പൊ അത് ഇപ്പോൾ അത് LPG ഗ്യാസ് വെച്ചിട്ട് എന്ത് ചെയ്യും, അതിലോട്ട് വിട്ടുകൊടുക്കും. അപ്പോൾ ആ ബലൂൺ എന്ത് ചെയ്യും, വീർത്ത് അതിൽ സ്പേസ് കൂടി എന്താവും, ആ ടെമ്പറേച്ചർ കൊടുക്കുമ്പോഴത്തേക്ക് ആ പ്രഷർ കൊണ്ട് അതെന്ത് ചെയ്യും, അത് വോളിയം ഒക്കെ അങ്ങനെ കൂടിയൊക്കെ പോകും. കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പൊ അതൊക്കെ നമുക്ക് കാണാം. പിന്നെ ഇതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് സമ്മർ സീസൺ ആകുമ്പോഴത്തേക്കാണ് ടയറുകളൊക്കെ അങ്ങ് പൊട്ടിപ്പോണതാണ് ഇതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. നമ്മള് ഹോട്ട് എയർ ബലൂണ് ഏതിന് എക്സാമ്പിൾ എന്ന് പറയാം നമുക്ക് വരാൻ പറയുന്നത് ചാൾസ്, നമ്മൾ നേരത്തെ പഠിച്ച ചാൾസ് ലാ. അതായത് ഹോട്ട് എയർ ബലൂണിൽ ഗ്യാസ് ചെയ്യാൻ എന്താണ് ചാൾസ് ലായില് ഗ്യാസ്, അതായത് വോളിയം, ടെമ്പറേച്ചർ നമ്മൾ കൂട്ടുമ്പോഴത്തേക്ക് വോളിയം അത് മൊത്തം വികസിക്കും. അത് ചാൾസ് ലായാണ്. ഓക്കെ, നമ്മള് ബോയ്സ് ലാ, നമ്മൾ ഇപ്പം പഠിച്ച ഗേ-ലുസാക്ക് ലായിൽ പറയുന്നത് എന്താണ്, നമ്മള് ടയർ സമ്മർ സീസണിലെ ടയറൊക്കെ പെട്ടെന്ന് എന്ത് ചെയ്യും, പൊട്ടിക്കൊടുക്കുന്നതൊക്കെ ഏതിനാണ്, ഗേ-ലുസാക്ക് ലോ ആണ്. അപ്പൊ ഗേ-ലുസാക്ക് നമ്മൾ അത് എങ്ങനെ ആൻസർ ചെയ്യും, ഗേ-ലുസാക്ക് സ്റ്റേജ് pressure of given amount of gas at constant volume is directly proportional to the absolute temperature, right? അപ്പോൾ P directly proportional to T, P equal to KT. K is a constant. Okay, ഇതാണ് എന്തോന്ന് പറയുന്നത്, ഗേ-ലുസാക്ക് ലോ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അവഗാഡ്രോ ലോ. ഇതില് ഫസ്റ്റ് ഇത് പ്രപ്പോസ് ചെയ്തത് ഫിസിഷ്യസിന് അവഗാഡോ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് എന്ത് ചെയ്തത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അവഗാഡ്രോ ലോസ് എന്ന് പറഞ്ഞ് വന്നിരുന്നത്. അത് 1811 ഈ ലോസ് എന്ത് ചെയ്യുന്നത് നമുക്ക് തരുന്നത്. ഇതിൽ പറയുന്നത് the relationship between volume of the gas and the number of molecules present in it. ഇതിലേതാണ് നമ്മൾ ഒന്നും പഠിച്ചിരുന്ന വോളിയവും നമ്പർ ഓഫ് മോളിക്യൂൾസും തമ്മിലുള്ള റിലേഷൻ. ബോയ്സ് ലായില് എന്തൊക്കെ റിലേഷൻ ആണ്? പ്രഷർ ആൻഡ് വോളിയം റിലേഷൻ. ചാൾസ് ലാ ഈസ് വോളിയം ആൻഡ് ടെമ്പറേച്ചർ റിലേഷൻ. ഗേ-ലുസാക്ക് ഈസ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ റിലേഷൻ. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് അവഗാഡ്രോ ലാ ഈസ് വോളിയം ആൻഡ് നമ്പർ ഓഫ് മോൾസ് റിലേഷൻഷിപ്പ്. അപ്പൊ എന്താണ്? It is a relationship between volume of the gas and the number of molecules present in. This relationship as known as. അപ്പൊ നിങ്ങൾ ഏത് ലോ കേട്ടാലും this relationship is known as എന്ന് പറയാം. ഇതിന്റെ റിലേഷൻഷിപ്പ് നിങ്ങൾ എന്തരാം, പ്രഷർ ആൻഡ് വോളിയം റിലേഷൻഷിപ്പ് ആണ് എന്തോന്ന് പറയുന്നത് ബോയ്സ്. അപ്പൊ അതേപോലെ തന്നെ ഇതും നിങ്ങൾ പറഞ്ഞേക്കണം. അപ്പൊ എന്തൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്? വോളിയവും നമ്പർ ഓഫ് മോൾസും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അതെങ്ങനെ പറയാം നിങ്ങൾക്ക്? നമുക്ക് ഒരു എക്സാമ്പിൾ കൂടെ എന്തൊരു പറയും, നമ്മളൊരു ടയർ തന്നെ നമുക്കറിയാം, ടയറിൽ കാറ്റടിക്കുന്നു അല്ലെ, ആ ടയർ ഇരിക്കുകയാണ്, കാറ്റ് കുറവ്. അപ്പൊ എന്താ ചെയ്യും, ടയറിൽ കാറ്റടിക്കുമ്പോൾ അവിടുത്തെ തന്മാത്രകൾ കൊണ്ട് വികസിക്കുകയാണ് അല്ലെ. നമ്പർ ഓഫ് മോൾസ് കോടം പോണം തന്നെ വോളിയം കൂടുന്നത്. നമ്പർ ഓഫ് മോൾസ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, വോളിയം കൂടുന്നു. അത്ര തന്നെ. അതായത് അല്ലെങ്കിൽ ഊതി വീർപ്പിക്കുന്ന ഒരു ബലൂൺ എടുത്താല് അത് വെറുതെ ഇരിക്കും, നമ്മൾ ഊതുന്നതിനനുസരിച്ചാണ് ബലൂൺ വലുതാണ്. അപ്പോൾ അതിനകത്ത് എന്താണ്, ആ വോളിയം കൂടുന്നതിന് എന്താണ് കാരണം, വോളിയം കൂടുന്നതിന് കാരണം നമ്പർ ഓഫ് മോൾസ് അതിനകത്ത് എന്താണ്, മോളിക്യൂൾസ് അതിനകത്തോട്ട് കയറിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ടയർ നിറയ്ക്കുക, ബലൂൺ ഊതിപ്പെറിപ്പിക്കുക, ഇതൊക്കെയാണ് എന്തോന്ന് നമ്മുടെ അവഗാഡ്രോസ് ലൈന് വന്നത്. ഓക്കെ, അപ്പൊ അത് ഇപ്പോൾ ടയറിലാണ് ഒരു കാറ്റടിച്ച് കയറ്റുമ്പോൾ എന്തെങ്ങനെ അത് അതിൽ കുറച്ച് നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടുന്നതിനനുസരിച്ചാണ് അതിന്റെ വോളിയം കൂടുന്നത്. അതാണ് വോളിയം വിത്ത് നമ്പർ ഓഫ് മോൾസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അവഗാഡ്രോ ലോ. ഇതിൽ നമ്മൾ പിന്നെ ഇതിലൊരു കാര്യം നോക്കോ, അതായത് വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു n number of moles, then
നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് V1 ബൈ, അതായത് ഇനിഷ്യൽ വോളിയം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ്. ഇനിഷ്യൽ ഈക്വൽ ആയിരിക്കും എപ്പോഴും V2/N2. അതായത് എപ്പോഴും നമ്മൾ പറഞ്ഞു രണ്ടിന്റെയും, ഇപ്പോ ഇനിഷ്യലും ഫൈനലും എടുത്താൽ രണ്ടും എന്തായിരിക്കും? ഒരേ കോൺസ്റ്റന്റ് വാല്യൂസ് തന്നെയായിരിക്കും. ഏത് ലോ എടുത്താലും ലാസ്റ്റ് എന്താണ്? ഇനിഷ്യൽ വാല്യൂസും എന്താണ് ഫൈനൽ വാല്യൂസ് എല്ലാം ഈക്വൽ ടു ആയിരിക്കും. ഇതിൽ വരുന്ന ഏതാണ്? V1/N1 ഈക്വൽ ടു V2/N2. അതായത് ഇനിഷ്യൽ വോളിയവും നമ്പർ ഓഫ് ഇനിഷ്യൽ മോളിക്യൂൾസിന്റെയും നമ്പേഴ്സിന് ഈക്വൽ ആയിരിക്കും V2/N2 എന്നാണ് ഏത് ലോ പറയുന്നത്? അവഗാഡ്രോ ലോ പറയുന്നത്. ഇതിൽ പിന്നെ അവഗാഡ്രോ നമ്മൾ നേരത്തെ അബ്സല്യൂട്ട് വാല്യൂ കെൽവിനിലോട്ട് മാറ്റാണ് ഒരു സംഖ്യ പഠിച്ചു. ഇതില് നമ്മൾ പഠിക്കേണ്ട ഒരു അവഗാഡ്രോ സംഖ്യയുണ്ട്, അത് കാണാതെ പഠിച്ചു വെച്ചേക്ക്. ഏതാണ്? 6.022 into 23, 10⁻23. 6.022 into 10⁻23 ആണ് അവഗാഡ്രോ നമ്പർ. ഏതാണ്? 6.022 into 10⁻23. ഇത് അവഗാഡ്രോ ലോ, അവഗാഡ്രോ സംഖ്യ എന്നറിയപ്പെടുന്നു. ഓക്കെ, അവഗാഡ്രോ സംഖ്യ എന്ന് കേൾക്കുമ്പോൾ ഇതാണ് നിങ്ങൾ എഴുതേണ്ട. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇന്ന് എന്താണ് പഠിച്ചത്? നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, മാറ്ററിന്റെ 3 പ്രോപ്പർട്ടീസ് നമ്മൾ ഏകദേശം നോക്കി. ഒരു ക്വസ്റ്റ്യൻസ് ആണത്. പിന്നെ നമ്മൾ നോക്കിയത് ഇന്റർമോളിക്യുലാർ ഫോഴ്സസ്. ഇന്റർമോളിക്യുലാർ ഫോഴ്സസിൽ എത്ര ടൈപ്പ് ഓഫ് ഫോഴ്സസ് നമ്മൾ നോക്കി? ലണ്ടൻ ഫോഴ്സ് അല്ലെങ്കിൽ ഡിസ്പേഴ്സൽ ഫോഴ്സ്, പിന്നെ ഡൈപോൾ ഫോഴ്സ് നോക്കി. പിന്നെ നമ്മൾ അടുത്തത് ഡൈപോൾ ഡിഫ്യൂഷൻ ഫോഴ്സ് അല്ലെ, ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഫോഴ്സ് നോക്കി. ഓക്കെ, 3 ഫോഴ്സ്. പിന്നെ ഹൈഡ്രജൻ ബോണ്ടിങ് നോക്കി. ഓക്കെ, ആദ്യത് നോൺ പോളാർ ആൻഡ് നോൺ പോളാർ ആണ് ലണ്ടൻ ഫോഴ്സ്. ഡൈപോൾ ആൻഡ് ഡൈപോൾ, അതായത് പോളാർ ആണ് എന്തോന്ന് പറയാം? ഡൈപോൾ അതാണ് പറയുന്നത് ഫോഴ്സസ്. അടുത്ത് ഒരു ഡൈപോളും ഒരു നോൺ പോളാറും കൂടെ തമ്മിലുള്ളതാണ് എന്തോന്ന് പറയുന്നത്? നമ്മൾ ഇൻഫ്യൂഷൻ അല്ലെ, ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഫോഴ്സ്. അടുത്ത് നമ്മൾ പറഞ്ഞത് ഏതാണ്? ഹൈഡ്രജൻ ബോണ്ടിങ്. ഹൈഡ്രജൻ ബോണ്ടിങ് എന്താണ്? ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഹൈഡ്രജൻ ബോണ്ടിങ് എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഹൈഡ്രജൻ ആറ്റം ഒരു ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ ആറ്റവുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന ബോണ്ടാണ് എന്തോന്നാ? ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് എന്താണ്? ഇപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈസ് നോട്ട് എ ഹൈഡ്രജൻ ബോണ്ടിങ്. H2O ഈസ് എ ഹൈഡ്രജൻ ബോണ്ടിങ്. H ഉണ്ട് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ ഓക്സിജൻ ഉണ്ട്. അതായത് ഹൈഡ്രജന്റെ കൂടി വേറെ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടി എടുത്താൽ എന്താണ്? നമ്മുടെ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. പക്ഷേ ഒരിക്കലും വേറെ ഒരു ഹൈഡ്രജൻ മാത്രമുണ്ട്, വേറെ ഒരു അതുമായിട്ട് ചേർന്ന് അത് ഹൈഡ്രജൻ ബോണ്ടിങ് അല്ല. അത് ഇത്തിരി സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ബോണ്ടിങ് ആണ് ഹൈഡ്രജൻ ബോണ്ടിങ്. പിന്നെ നമ്മൾ പറഞ്ഞു ഇന്റർമോളിക്യുലർ ഫോഴ്സസ് എല്ലാം എന്താണ്? വീക്കസ്റ്റ് ഫോഴ്സസ് ആണ്. അതിന് നമ്മൾ നേരത്തെ ഒരു വാക്ക് പറഞ്ഞു, വാൻഡർ വാൾസ് ഫോഴ്സസ് ആണ്. ഇതെല്ലാം എന്താണ്? വാൻഡർ വാൾ ഫോഴ്സസ്, വാൻഡർ വാൾസ് ഫോഴ്സസ് ആണ് എന്തോന്ന് പറയുന്നത്? ഇന്റർമോളിക്യുലർ ഫോഴ്സസ് ഒക്കെ. അതായത് നേടിക്കൊണ്ട്, അകന്നുകൊണ്ടല്ല ഇത് തന്മാത്രകൾ എന്താണ് ഇതിന്റെ ഫോഴ്സ് അട്രാക്ട് ചെയ്യുന്നത്. ഇത് അതിനുള്ള ഇന്റർമോളിക്യുലർ ഫോഴ്സസിനെ വാൻഡർ വാൾ ഫോഴ്സസ് എന്ന് പറയും. വാൻഡർ ഫോഴ്സസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ ഫോഴ്സസ് തന്നെയാണ് എഴുതേണ്ടത്. ഓക്കെ, ഡിഫറൻസ് ടൈപ്പ് ഓഫ് ഇന്റർമോളിക്യുലർ ഫോഴ്സസ് എന്ന് കേട്ടാലും ലണ്ടൻ ഫോഴ്സ്, അതേപോലെ വാൻഡർ വാൾ ഫോഴ്സസ് എന്ന് കേട്ടാലും ഇതേ ഫോഴ്സസ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതിയിരിക്കുക. ഓക്കെ, അത് നമ്മൾ പറഞ്ഞാൽ എന്താണ്? ഗ്യാസസ് ലോസ് അല്ലെ. അതിൽ ഗ്യാസസ് ലോസ് നമ്മൾ 3 ഗ്യാസസ് ലോസ് പഠിച്ചു. ഏതൊക്കെയാണ്? ബോയ്സ് ലോ പഠിച്ചു, ചാൾസ് ലോ പഠിച്ചു, പിന്നെ ഗേ-ലുസാക്ക് ലോ പഠിച്ചു, പിന്നെ നമ്മൾ പഠിച്ച എന്താണ്? അവഗാഡ്രോസ് ലോസ് പഠിച്ചു. അത് നമ്മൾ ആദ്യം പറഞ്ഞത് ബോയ്സ് ലോ ആണ് ഇമ്പോർട്ടന്റ്. ബോയ്സ് ലോ എന്ന് വെച്ചാൽ പ്രഷർ ആൻഡ് വോളിയം റിലേഷൻഷിപ്പ് ആണ്. അതിൽ നമുക്ക് നമ്പർ ഓഫ് മോൾസും ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആയിരിക്കും. അത് നമ്മൾ ചാൾസ് ലോ പഠിച്ചു. അതിൽ നമ്മൾ പറയുന്ന വോളിയമും ടെമ്പറേച്ചറും ആണ്. അതെന്താണ്? അത് രണ്ടിന്റെ റിലേഷൻ, വോളിയത്തിന്റെയും ടെമ്പറേച്ചറിന്റെ റിലേഷനിൽ വരുന്നതാണ് എന്തോന്ന്? ചാൾസ് ലോ എന്ന് പറയുന്നത്. നമ്പർ ഓഫ് മോൾസ് ആൻഡ് പ്രഷർ ഈസ് എ കോൺസ്റ്റന്റ്. ഗേ-ലുസാക്ക് എന്ന് പറയുന്നത് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഈസ് റിലേഷൻഷിപ്പ് ആണ്. അതിൽ വരുന്നത് കോൺസ്റ്റന്റ്, നമ്പർ ഓഫ് മോൾസ് ആൻഡ് വോളിയം ഈസ് കോൺസ്റ്റന്റ്. ലാസ്റ്റ് വൺ ഈസ് അവഗാഡ്രോ ലോ ഈസ് പറയുന്നത് എന്താണ്? വോളിയവും നമ്പർ ഓഫ് മോൾസും ആണ് റിലേഷൻഷിപ്പിൽ വരുന്നത്. ബാക്കി രണ്ടെണ്ണം, അതായത് പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആയിരിക്കും. അതിന്റെ ഇക്വേഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. ആദ്യത്തെ ബോയ്സ് ലോയുടെ ഇക്വേഷൻസ് നിങ്ങൾ ഇത് പഠിച്ചു വെക്കുക. അതായത് വോളിയം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/P എന്ന് വെച്ചാൽ വോളിയം കൂടുന്നതിനനുസരിച്ച് പ്രഷർ കുറയുന്നു. ഇൻവേഴ്സ്ലി, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ല, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/P. അത് മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? P1 V1 ഈസ് ഈക്വൽ ടു P2 V2. മീൻസ് ഫസ്റ്റ് ഇനിഷ്യൽ P V1 ആണെങ്കിൽ ഇത് രണ്ടും എന്താണ്? ഒരേപോലെ വാല്യൂസ് ആയിരിക്കും. അതേപോലെ തന്നെ ചാൾസ് ലോ എന്ന് പറയുന്നത് പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചറും കൂടും. ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ വോളിയം കൂടും. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, ഒരേപോലെ വരും. അപ്പോഴതെങ്ങനെ വരും? V1/T1 ഈസ് ഈക്വൽ ടു V2/T2. ഇനിഷ്യലും ഫൈനലും ഒരേപോലെ ഈക്വൽ ആയിരിക്കും. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത്
ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി എന്ന് വെച്ചാൽ ഗാലസ് ലോ. P directly proportional to T means P equal to KT. K is a constant. ഓക്കെ, ഇതും പ്രഷർ കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കൂടും, ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് പ്രഷർ കൂടും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിച്ചു എന്താ അടുത്ത പറഞ്ഞ നമ്മള് അവഗാഡ്രോസ് ലാ. അവഗാഡ്രോസ് ലാ ഇസ് V directly proportional to N equal to V by N. V1 by N1 equal to V2 by N2. ഓക്കെ, അതിന്റെ അവഗാഡ്രോ സംഖ്യ ഏതാണ്? 6.022 into 10⁻23 ആണ് അവഗാഡ്രോ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോ പിന്നെ മെയിൻ ആയിട്ട് ഒരു ഗ്രാഫ് നമ്മൾ പഠിച്ചതായത് ബോയ്സ് ലായുടെ ഗ്രാഫാണ് കേട്ടോ. ബോയ്സ് ലായുടെ ഗ്രാഫ് 3 ഇതായിട്ട് റെപ്രസെന്റ് ചെയ്യാം. നമുക്ക് PV റിലേഷൻഷിപ്പ്, അതായത് പിയും ബിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ വരുന്നു. ഇത് P ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ V ഈ ലൈൻ. അടുത്ത് PV, P into V, ഇത് മീൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും PV എപ്പോഴും. ഓക്കെ, ഈ 3 ലോസ് 3 ഗ്രാഫ് ഏതിലാണ്? ബോയ്സ് ലോയിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും ലോസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത നെക്സ്റ്റ് പാർട്ടിലോട്ട് വീണ്ടും കാണാം. ഇതെല്ലാം മനസ്സിലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറയുക, മനസ്സിലായവർ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.